ഒരു വട്ടം കൂടി എന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഒരു വട്ടം കൂടി എന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലിമരമൊന്നുലുത്തുവാൻ മോഹം. മരമൊന്നുലുത്തുവാൻ മോഹം. അടരുന്ന കായ്മണികൾ പൊഴിയുമ്പോൾ ചെന്നെടുത്തു അതിലൊന്നു തിന്നുവാൻ മോഹം. സുഖമെഴും കയ്പും പുളിപ്പും മധുരവും നുകരുവാനിപ്പോഴും മോഹം. തൊടിയിലെ കിണർ വെള്ളം കോരിക്കുടിച്ചെന്തു മധുരമെന്നോതുവാൻ മോഹം. എന്തു മധുരമെന്നോതുവാൻ മോഹം. ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം. ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം. വെറുതെ ഇരുന്നൊരു കുയിലിൻ്റെ പാട്ടു കേട്ടെതിർപ്പാട്ടു പാടുവാൻ മോഹം. എതിർപ്പാട്ടു പാടുവാൻ മോഹം. അതു കേൾക്കെ ഉച്ചത്തിൽ കൂകും കുയിലിൻ്റെ ശ്രുതി പിന്തുടരുവാൻ മോഹം. ഒടുവിൽ പിണങ്ങി പറന്നു പോം പക്ഷിയോട് അരുതേ എന്നോതുവാൻ മോഹം. വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം. വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം. നിത്യനാകിയ ദൈവമേ എൻ്റെ ചിത്തതാരിൽ വസിക്കണേ. ചിൽസ്വരൂപ കനിഞ്ഞു ഞങ്ങളിൽ ചിത്തശുദ്ധി വരുത്തണേ. നല്ല ചിന്ത മനസ്സിലെപ്പോഴും ഉല്ലസിക്കാൻ തുണയ്ക്കണേ. എൻ്റെ ദൈവമേ കുമ്പിടുന്നു ഞാൻ നിൻ പദാംബുജമെപ്പോഴും. നിൻ പദാംബുജമെപ്പോഴും. അനശ്വര സ്നേഹത്തിനർത്ഥമുണ്ടോ? ദുഃഖമല്ലാതൊരു സത്യമുണ്ടോ? അവനിൽ സ്ത്രീകൾ ദുഃഖിതരല്ലേ? അവർക്ക് കൈമുതൽ കണ്ണീരല്ലേ? അവർക്ക് കൈമുതൽ കണ്ണീരല്ലേ? പെണ്ണായി മണ്ണിൽ പിറന്നോരെ നമ്മൾ
കണ്ണീർ കുടിക്കാൻ വിധിയാണോ? പെണ്ണായി മണ്ണിൽ പിറന്നോരെ നമ്മൾ കണ്ണീർ കുടിക്കാൻ വിധിയാണോ? എല്ലാം പൊറുക്കുമി പാവിയാം പെണ്ണിന് മാപ്പ് തരൂ, നിങ്ങൾ മാപ്പ് തരൂ. എല്ലാം പൊറുക്കുമി പാവിയാം പെണ്ണിന് മാപ്പ് തരൂ, നിങ്ങൾ മാപ്പ് തരൂ. സ്നേഹം മിഥ്യയല്ലേ, ദുഃഖം സത്യമല്ലേ. സ്നേഹം മിഥ്യയല്ലേ, ദുഃഖം സത്യമല്ലേ. അനശ്വര സ്നേഹത്തിനർത്ഥമുണ്ടോ? ദുഃഖമല്ലാതൊരു സത്യമുണ്ടോ? അവനിൽ സ്ത്രീകൾ ദുഃഖിതരല്ലേ, അവർക്ക് കൈമുതൽ കണ്ണീരല്ലേ. എന്നാത്മവേദിയിൽ ഞാൻ തീർത്തോരൻ സ്നേഹ ചില്ലുകൊട്ടാരം തകർന്നു. എന്നാത്മവേദിയിൽ ഞാൻ തീർത്തോരൻ സ്നേഹ ചില്ലുകൊട്ടാരം തകർന്നു. കനകമെന്നോർത്ത് ഞാൻ കയ്യിലെടുത്തത് തീക്കനലായിരുന്നു, വെറും പാട്ടിനാവായിരുന്നു. സ്നേഹം മിഥ്യയല്ലേ, ദുഃഖം സത്യമല്ലേ. അനശ്വര സ്നേഹത്തിനർത്ഥമുണ്ടോ? ദുഃഖമല്ലാതൊരു സത്യമുണ്ടോ? അവനിൽ സ്ത്രീകൾ ദുഃഖിതരല്ലേ, അവർക്ക് കൈമുതൽ കണ്ണീരല്ലേ, അവർക്ക് കൈമുതൽ കണ്ണീരല്ലേ. കാളിന്തി കാളിന്തി കറുളി വർണ്ണനെ കണ്ടോ, എൻ്റെ താമര കണ്ണനെ കണ്ടോ. കാളിന്തി കാളിന്തി കറുളി വർണ്ണനെ കണ്ടോ, എൻ്റെ താമര കണ്ണനെ കണ്ടു. ഓടക്കുഴലിൻ മൃദുലപമിന്നിനി കർണപുടങ്ങളിൽ വിരുന്നൊരുക്കും. ആ വിരുന്നുണ്ടൻ കരളിലെ നോപുരം ചിഞ്ചിതമാകുമൻ കണ്ണ, ചിഞ്ചിതമാകുമൻ കണ്ണ. കാളിന്തി കാളിന്തി കറുളി വർണ്ണനെ കണ്ടോ, എൻ്റെ താമര കണ്ണനെ കണ്ടോ. കമലവിലോചനൻ കാർവർണ്ണനോടെ കഥനകഥകളിന്നറിയുന്നുവോ? കമലവിലോചനൻ കാർവർണ്ണനോടെ കഥനകഥകളിന്നറിയുന്നുവോ? വിരഹിണി രാധതൻ കരളിലെ നൊമ്പരം അറിയുന്നുവോ എൻ കണ്ണ, അറിയുന്നുവോ എൻ കണ്ണ. കാളിന്തി കാളിന്തി കറുളി വർണ്ണനെ കണ്ടോ,
എൻ്റെ താമര കണ്ണനെ കണ്ടു. അപ്പൊ സേതു നിങ്ങൾക്ക് വേണ്ടി അതിമനോഹരമായൊരു ഗാനം പാടും. ഇനി എന്നോ കാണും നമ്മൾ തിരമാലമെല്ലെ ചൊല്ലി, ഇനി എന്നോ കാണും നമ്മൾ തിരമാലമെല്ലെ ചൊല്ലി, ചക്രവാളമാകെ നിന്റെ ഗൽഗദം മുഴങ്ങി നിന്നു. കരിമുകിൽ കാട്ടിലെ രജനി തൻ വീട്ടിലെ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി യാത്രയായി. കരയിൽ നീ മാത്രമായി, കരയിൽ നീ മാത്രമായി. താങ്ക് യു. പൂമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ, താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ. പൂമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ, താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ. നാലു നിലപ്പന്തലിട്ടു വാനിലമ്പിളി, നാദസരമേളമിട്ടു പാതിരാക്കിളി. നാലു നിലപ്പന്തലിട്ടു വാനിലമ്പിളി, നാദസരമേളമിട്ടു പാതിരാക്കിളി. ഏരയായി രാഗലോലയായി എൻ്റെ മുന്നിൽ വന്നവൾ കുണുങ്ങി നിന്നു. ഏകയായി രാഗലോലയായി എൻ്റെ മുന്നിൽ വന്നവൾ കുണുങ്ങി നിന്നു. കുണുങ്ങി നിന്നു, മുന്നിൽ കുണുങ്ങി നിന്നു. പൂമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ, താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ. ഞാൻ തൊഴുന്ന കോവിലിലെ ദേവിയാണവൾ, ഞാൻ കൊതിക്കും ദേവലോകറാണിയാണവൾ. ഞാൻ തൊഴുന്ന കോവിലിലെ ദേവിയാണവൾ, ഞാൻ കൊതിക്കും ദേവലോകറാണിയാണവൾ. താളമാണവൾ, ജീവരാഗമാണവൾ, താലി ചാർത്തും ഞാനവൾക്ക് നീലരാവിൽ. താളമാണവൾ, ജീവരാഗമാണവൾ, താലി ചാർത്തും ഞാനവൾക്ക് നീലരാവിൽ. താലി ചാർത്തും ഞാനീ നീലരാവിൽ. പൂമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ, താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ. പൂമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ, താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ. എനിക്ക് പാട്ടൊന്നും പാടാൻ അറിയത്തില്ല. നിങ്ങൾ ചിരിക്കത്തില്ലെങ്കിൽ 4 വരി ഞാൻ പാടും. നമ്മുടെ ടീച്ചർ ഇരിക്കുന്നുണ്ട്, നിങ്ങൾ ചിരിക്കത്തില്ലെന്നാ എൻ്റെ വിശ്വാസം. മോഹം കൊണ്ട് ഞാൻ ദൂരെ
പൂത്തന മധു തേടിപ്പോയി നീളെ താഴെ തളിരാർന്നു പൂവനങ്ങൾ മോഹം കൊണ്ട് ഞാൻ ദൂരെ ബാക്കി ഞാൻ പിന്നെ പാടാവേ. തുമ്പിക്കൈയിൽ മോദകമേന്തും ഉണ്ണിഗണപതി ഉദയദിവാകര ചാരുതയോടെ വിളങ്ങും ബാലകനെ ഉണ്ണിക്കൈകൾ നാലും കൊണ്ടേ അനുഗ്രഹിക്കണേ ഉണ്ണിക്കൈകൾ നാലും കൊണ്ടേ അനുഗ്രഹിക്കണേ എണ്ണി നമിക്കാമെന്നും ഞാൻ പവിത്രനാമങ്ങൾ നിന്നുടെ സഹസ്രനാമങ്ങൾ തുമ്പിക്കൈയിൽ മോദകമേന്തും ഉണ്ണിഗണപതിയേ ഉദയദിവാകര ചാരുതയോടെ വിളങ്ങും ബാലകനേ ഗുരുവായൂരെ കണ്ണന് നാവിൻ പൊതിയൊട്ടാനായി കുരുന്നു കൈകളിൽ ഒന്നിക്കതളിപ്പഴമൊന്നുണ്ടല്ലോ ഗുരുവായൂരെ കണ്ണന് നാവിൻ പൊതിയൊട്ടാനായി കുരുന്നു കൈകളിൽ ഒന്നിക്കതളിപ്പഴമൊന്നുണ്ടല്ലോ കരിമ്പു പ്ലാവിൻ കനിയും മാമ്പഴമോരോ തറമതിലായി എടുത്തു നിൽക്കും കോമള രൂപം അടുത്ത് കാണേണേ എന്നുടെ അകത്തിരിക്കേണേ തുമ്പിക്കൈയിൽ മോദകമേന്തും ഉണ്ണിഗണപതിയേ ഉദയദിവാകര ചാരുതയോടെ വിളങ്ങും ബാലകനേ വാഹനമേറി നടന്നീ ലോകം ചുറ്റാതെ നിന്നുടെ ബുദ്ധി വലം വെച്ചില്ലേ ശിവനെ ശങ്കരിയേ കുഞ്ഞലി വാഹനമേറി നടന്നി ലോകം ചുറ്റാതെ നിന്നുടെ ബുദ്ധി വലം വെച്ചില്ലേ ശിവനെ ശങ്കരിയേ ഉലകത്തേക്കാൾ വലുതാണമ്മയും അച്ഛനുമെന്നല്ലോ പുൽത്താമരയിൽ അന്നു കുറിച്ചൊരു ശാശ്വത മന്ത്രങ്ങൾ പാവന സുഗന്ധ സത്യങ്ങൾ വിക്കൈയിൽ മോദകമേന്തും ഉണ്ണിഗണപതിയേ ഉദയദിവാകര ചാരുതയോടെ വിളങ്ങും ബാലകനെ ഉണ്ണിക്കൈകൾ നാലും കൊണ്ടേ അനുഗ്രഹിക്കണേ എണ്ണി നമിക്കാമെന്നും ഞാൻ പവിത്രനാമങ്ങൾ നിന്നുടെ സഹസ്രനാമങ്ങൾ തുമ്പിക്കൈയിൽ മോദകമേന്തും ഉണ്ണിഗണപതിയേ ഉദയദിവാകര ചാരുതയോടെ വിളങ്ങും ബാലകനേ. നമസ്കാരം. ഒരു കവിത ചൊല്ലാനാണ് ആഗ്രഹിക്കുന്നത്. അത് നമ്മുടെ അൽപ്പനച്ചുരൻ്റെ വിൽക്കുവാൻ വെച്ചിരിക്കുന്ന പക്ഷികൾ. പഞ്ചരസ്ഥമായ പക്ഷിയുടെ പാട്ടാണ്. പ്രണയത്തിൻ്റെ പൂക്കൾ നെഞ്ചിൽ ചൂടി പറക്കവേ വേടൻ്റെ വലയിൽ വീണ ഇണപ്രാവുകളുടെ വേദന. ഈ വേദന ഓരോ മർത്യാത്മാവിൻ്റെ കൂടിയാണ്.
വലയിൽ വീണ കിളികളാണു നാം, ചിറകുടിഞ്ഞൊരിണകളാണു നാം, വഴിവിളക്കുകണ്ണു ചുമ്മുമീ വഴിയിലെന്തു നമ്മൾ പാടണം. വലയിൽ വീണ കിളികളാണു നാം, ചിറകുടിഞ്ഞൊരിണകളാണു നാം, വഴിവിളക്കുകണ്ണു ചുമ്മുമീ വഴിയിലെന്തു നമ്മൾ പാടണം. വെയിലെറിഞ്ഞ വയലിലൊന്നു നാം കൊയ്ത്തുപാട്ടു കേട്ടു പാറവേ, വെയിലെറിഞ്ഞ വയലിലൊന്നു നാം കൊയ്ത്തുപാട്ടു കേട്ടു പാറവേ, ഞാനൊടിച്ച കതിരു പങ്കിടാൻ കൂടണഞ്ഞ പെൺകിടാവു നീ, ഞാനൊടിച്ച കതിരു പങ്കിടാൻ കൂടണഞ്ഞ പെൺകിടാവു നീ. വേടനിട്ട കെണിയിൽ വീണു നാം വേർവിടുന്നു നമ്മളേകരാ, വേടനിട്ട കെണിയിൽ വീണു നാം വേർവിടുന്നു നമ്മളേകരാ. കൂട്ടിലന്നു പങ്കുവെച്ചൊരാ പുൻകിനാക്കളിന് വിരിയുമോ, കൂട്ടിലന്നു പങ്കുവെച്ചൊരാ പുൻകിനാക്കളിന് വിരിയുമോ. ചാഞ്ഞ കുമ്പിലന്നു ശാരികേ ഊഞ്ഞലാടിപ്പാട്ടുപാടി നീ, ചാഞ്ഞ കുമ്പിലന്നു ശാരികേ ഊഞ്ഞലാടിപ്പാട്ടുപാടി നീ. നിന്റെ ചിറകിൽ ചൂടു തേടി ഞാൻ ചിറകടിച്ച ചകിതകാമുകൻ, നിന്റെ ചിറകിൽ ചൂടു തേടി ഞാൻ ചിറകടിച്ച ചകിതകാമുകൻ. വാണിഭച്ചരക്കു നമ്മളീ തെരുവിൽ നമ്മൾ വഴി വിരിയുവോ, വാണിഭച്ചരക്കു നമ്മളീ തെരുവിൽ നമ്മൾ വഴി വിരിയുവോ. വേടനെന്നെ വിറ്റിടുമ്പോൾ നീ വേദനിച്ച് ചിറകടിക്കൊല, വേടനെന്നെ വിറ്റിടുമ്പോൾ നീ വേദനിച്ച് ചിറകടിക്കൊല. നിന്നെ വാങ്ങുമേതൊരുവനും ധന്യനാകുമെൻ്റെ ഓമനേ, നിന്നെ വാങ്ങുമേതൊരുവനും ധന്യനാകുമെൻ്റെ ഓമനേ. എൻ്റെ കൂട്ടിലെന്നു മേഘനാ നിന്നെയോർത്തു പാട്ടുപാടും ഞാൻ, എൻ്റെ കൂട്ടിലെന്നു മേഘനാ നിന്നെയോർത്തു പാട്ടുപാടും ഞാൻ. എന്നുമെന്നും എൻ്റെ നെഞ്ചകം കൊഞ്ചുമൊഴി നിന്നെയോർത്തിടും, എന്നുമെന്നും എൻ്റെ നെഞ്ചകം കൊഞ്ചുമൊഴി നിന്നെയോർത്തിടും. വില പറഞ്ഞു വാങ്ങിടുന്നിതാ എൻ്റെ കൂടൊരുത്തനിന്നിതാ, വില പറഞ്ഞു വാങ്ങിടുന്നിതാ എൻ്റെ കൂടൊരുത്തനിന്നിതാ. തലയറഞ്ഞു
ചത്തു ഞാൻ വരും നിന്റെ പാട്ടു കേൾക്കുവാനൊയേ തലയെറിഞ്ഞു ചത്തു ഞാൻ വരും നിന്റെ പാട്ടു കേൾക്കുവാനൊയേ കൂടുവിട്ടു കൂടുപായുവൻ മോഹമാരു കൂട്ടിലാക്കിടും കൂടുവിട്ടു കൂടുപായുവൻ മോഹമാരു കൂട്ടിലാക്കിടും വലയിൽ വീണ കിണികളാണു നാം ചിറകൊടിഞ്ഞുരിണകളാണു നാം വഴിവിളക്കു കണ്ണു ചുമ്മുമേ വഴിയിലെന്തു നമ്മൾ പാടണം ഈ വഴിയിലെന്തു നമ്മൾ പാടണം. നമ്മുടെ അധ്യാപകർ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ ആദരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ പ്രത്യേകതയും വിശേഷവും. ആയ ചടങ്ങ് തുടങ്ങുന്നതിന് തൊട്ടു മുൻപായി നമ്മളൊരു ചെറിയ സംഗീത വിരുന്ന് ഒരുക്കിയിട്ടുണ്ട്. അത് ആസ്വദിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനുമായി നമ്മുടെ നല്ലവരായ എല്ലാ സുഹൃത്തുക്കളും അതായത് ഇരിപ്പിടങ്ങളിൽ എത്തിച്ചേണ്ടതാണ് എന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഹലോ രമേശ്, പ്രിയമുള്ള സുഹൃത്തുക്കള് എല്ലാവരും സീറ്റിൽ വന്നിരിക്കേണ്ടതാണ്. നമ്മുടെ പരിപാടി സമയബന്ധിതമായി അവസാനിപ്പിക്കണം എന്നുള്ളതുകൊണ്ട് അധ്യാപകരെ ആദരിക്കുന്ന ചടങ്ങ് ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. അധ്യാപകർ എത്തിച്ചേരുന്നതേയുള്ളൂ. എല്ലാ അധ്യാപകരും എത്തിച്ചേരുന്നതുവരെ നമ്മുടെ പ്രദേശത്തെ നാം എല്ലാം അറിയുന്ന, നമ്മുടെ സംസ്ഥാനം മൊത്തത്തിലറിയുന്ന ഒരു സംഗീത കലാകാരൻ ആദിനാട് വേണു, ശബരിമല ഉൾപ്പെടെയുള്ള കേരളത്തിലെ വളരെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടെ പ്രശസ്തരായിട്ടുള്ള പിന്നണി സംഗീതജ്ഞരോടൊപ്പവും സംഗീത ഉപകരണം വായിക്കുകയും ആ തരത്തിൽ പ്രസിദ്ധിയാർജിക്കുകയും ചെയ്ത നമ്മുടെ പ്രദേശത്തെ മുഖ്യ കലാകാരൻ ആദിനാട് വേണുവും അദ്ദേഹത്തിൻ്റെ മകനും നമുക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ സംഗീത വിരുന്ന് ഒരുക്കുന്നതാണ്. അത് ആസ്വദിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും വേണ്ടി എല്ലാ സുഹൃത്തുക്കളും അല്പം അച്ചടക്കത്തോടുകൂടി ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.
പ്രിയമുള്ള സുഹൃത്തുക്കളെ, അധ്യാപകരെ, നമ്മുടെ കുലശേഖരപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ 1990 10ാം ക്ലാസ് പൂർത്തീകരിച്ച് ഇറങ്ങിപ്പോയ വിദ്യാർത്ഥികളാണ് നാം എല്ലാവരും. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ച വിദ്യാർത്ഥികളുണ്ട്. LP കാലഘട്ടത്തിന് ശേഷം ഇവിടെ വന്നു ചേർന്നിട്ടുള്ള കൂട്ടുകാരുണ്ട്. ഹൈസ്കൂളിൽ മാത്രമായി വന്നു ചേർന്നിട്ടുള്ള കൂട്ടുകാരുമുണ്ട്. എന്നാൽ 10ാം ക്ലാസ്സിൽ പൂർണ്ണമായും പഠിച്ചിറങ്ങിയ 1990 10ാം ക്ലാസ് ഒന്നിച്ചിരുന്ന് എഴുതിയ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് 90s ബാച്ച് എന്ന് പറയുന്നത്. അതിൻ്റെ നമ്മൾ ഏതാണ്ട് കഴിഞ്ഞ ജൂലൈയിലാണ് നമ്മൾ ഈ കൂട്ടായ്മയുടെ ഒന്നാമതായിട്ട് നമ്മളൊരു ആലോചനാ യോഗം കൂടി. ഇതിന് ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി എടുക്കുകയും അതിനൊരു സെക്രട്ടറി, പ്രസിഡന്റ്, ട്രഷറർ എന്ന നിലയിൽ 17 പേരടങ്ങുന്ന ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയൊക്കെ എടുത്ത് നമ്മൾ പ്രവർത്തനം ആരംഭിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലയിൽ കാരുണ്യ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള സുഖദുഃഖങ്ങളിലെല്ലാം തന്നെ നമ്മുടെ കൂട്ടുകാരുടെ സുഖദുഃഖങ്ങളിലെല്ലാം പങ്കുചേർന്നുകൊണ്ട് നന്നായി പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ് നമ്മുടെ സംഘടന. ആ തരത്തിൽ നമ്മുടെ ചില സുഹൃത്തുക്കൾ വിദേശത്തുൾപ്പെടെയുള്ളവർ നമ്മൾ സംഘടിപ്പിച്ച നമ്മുടെ പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതുകൊണ്ട് ഈ വേനലവധിക്കാലത്ത് വരുന്ന വേനലവധിയിൽ ഇവിടെ നാട്ടിലേക്ക് എത്തുന്ന സുഹൃത്തുക്കളെല്ലാം കൂടെ സംഘടിപ്പിച്ചുകൊണ്ട് നമുക്കൊരു മെഗാ ഈവൻ്റ് എന്ന നിലയിൽ സംഘടിപ്പിക്കണം എന്ന് ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് നാം എല്ലാവരും ഇന്നിവിടെ ഒത്തുകൂടിയത്. നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ നാം എല്ലാം ഇന്ന് തിളങ്ങുന്നത് നമുക്ക് ആദ്യ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു തന്ന നമ്മുടെ അധ്യാപകർ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഈ പറയുന്ന കരിക്കുലത്തോടൊപ്പം തന്നെ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിലുമൊക്കെ തന്നെ നിർണായകമായ പങ്ക് നിർവഹിച്ച അധ്യാപകരാണ്, ഗുരുനാഥന്മാരാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. അവരെ ആദരിക്കുക എന്നതാണ് ഇന്നത്തെ പരിപാടിയുടെ പ്രമുഖമായ ചുമതല. നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിട്ടുള്ള നമ്മുടെ സ്കൂളിൻ്റെ HM ആയിട്ട് റിട്ടയർഡായ, പ്രിൻസിപ്പളായിട്ട് റിട്ടയർഡായ അസീസ് സാറിനെ ഞാൻ 90s ബാച്ചിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഇത് കൊടുക്കാനായിട്ട് ഷീജയെ ക്ഷണിക്കുകയാണ്. സാറിനൊരു പൂച്ചെണ്ട് കൊടുക്കാനായിട്ട്. ഷീജ. അടുത്തതായിട്ട് അമ്മണിയമ്മ ടീച്ചറിനെയാണ് അത് കൊടുക്കാനായിട്ട് വിദ്യയെ ക്ഷണിക്കുകയാണ്. വിദ്യ. ശ്രീധരൻപിള്ള സാർ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തത് നമ്മുടെ സരസ്വതി ടീച്ചറാണ്. ടീച്ചറിന് ഒരു പൂച്ചെണ്ട് കൊടുക്കാൻ സിനി. അടുത്തത് നമ്മുടെ ഉത്തമൻ സാറാണ്. ഉത്തമൻ സാറിന് പൂച്ചെണ്ട് കൊടുക്കാനായി ചിത്തിര. അടുത്തതായിട്ട് ലളിതാബായി ടീച്ചറാണ്. ലളിതാബായി ടീച്ചറിന് ഷംന. അടുത്തത് വേലായുധംപിള്ള സാറാണ്. വേലായുധംപിള്ള സാറിന് അജില. അടുത്തത് ഓമനമ്മ ടീച്ചറാണ്. ഓമനമ്മ ടീച്ചറിന് കവിത. അടുത്തത് വിജയമ്മ ടീച്ചറാണ്. വിജയമ്മ ടീച്ചറിനെ ആദരിക്കാനായി മുനീറ. അടുത്തത് രമേശ് സാറാണ്. രമേശ് സാറിനെ ആദരിക്കാനായി വനജ. അടുത്തത് സരോജൻ ടീച്ചറാണ്. സരോജൻ ടീച്ചറിനെ ആദരിക്കാനായിട്ട് സേതുലക്ഷ്മി. പർണമ സാറിനെ ആദരിക്കാനായിട്ട് ആശാലത. ശോഭനകുമാരി ടീച്ചറിനെ ആദരിക്കാനായിട്ട് അജിത. ശാരദാമണി ടീച്ചറിനെ ആദരിക്കാനായിട്ട് ബിന്ദു. രേണുക ടീച്ചറിനെ ആദരിക്കാനായിട്ട് ഷീജ അനസ്. അടുത്തത് പ്രീതിയാണ്. വർഗീസ് സാറിനെ സ്വീകരിക്കാനായിട്ട്. ശകുന്തള അമ്മാൾ ടീച്ചറിനെ ആദരിക്കാനായിട്ട് സതി. നന്ദകുമാരി ടീച്ചറിനെ ആദരിക്കാനായിട്ട് സലീന. ഗിരിജാകുമാരി ടീച്ചറിനെ ആദരിക്കാനായിട്ട് നസീമ. ശശികല ടീച്ചറിനെ ആദരിക്കാനായിട്ട് അമ്പിളിയമ്മാൾ. സുനീതി ടീച്ചറിനെ സ്വീകരിക്കാനായിട്ട് ചന്ദ്രിക.
അടുത്ത രാധാമണി. പ്രഭ ടീച്ചറിനെ ആദരിക്കാനായിട്ട് രാധാമണി. അടുത്തത് രവീന്ദ്രൻ സാറാണ്. രവീന്ദ്രൻ സാറിനെ സ്വീകരിക്കാനായിട്ട് സുജല റാണി. അപ്പം നമ്മുടെ ഗുരുനാഥന്മാരെ നമ്മൾ സ്വീകരിച്ചു. ഇനി അവരെ ഒരു ആദരിക്കൽ ചടങ്ങുണ്ട്. പ്രിയമുള്ളവരെ, സ്കൂൾ മുറ്റത്ത് 90s ബാച്ചിൻ്റെ സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന മെഗാ ഈവൻറ്റ് മധുരമി ഓർമ്മകൾ വിവിധ പരിപാടികൾ കോർത്തിണക്കി ഈ വേദിയിൽ സമാരംഭിച്ചിരിക്കുകയാണ്. സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും അറിവിൻ്റെയും കടലാഴങ്ങളിലേക്ക് ഊളിയിട്ട് പോയ നമ്മുടെ ബാല്യകാലങ്ങൾ. അതെ, ആ പള്ളിക്കൂട പിള്ളേരുടെ കാലം. തിരിച്ചു പിടിക്കുവാനോ നടന്നെത്തുവാനോ കഴിയില്ല എന്നറിയാമെങ്കിലും കവിവാക്യങ്ങൾ പോലെ ഒരു വട്ടം കൂടി ആ തിരുമുറ്റത്തെത്തുവാനും ആ ക്ലാസ് മുറികളിൽ അന്നത്തെ കുട്ടികളായി തീരുവാനും എത്രയാണ് ആഗ്രഹിച്ചിട്ടുണ്ടാവുക. വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം എന്ന കവിയുടെ സാന്ത്വനത്തിലും തൃപ്തരല്ലാത്ത എത്രയെത്ര ദിനങ്ങൾ നാം പിന്നിട്ടിരിക്കുന്നു. പ്രിയരെ, അന്നത്തെ നമ്മുടെ ക്ലാസ് മുറികളിൽ നമ്മെ നാമാക്കി തീർക്കുന്നതിനായി നിലകൊണ്ട നമ്മുടെ ആരാധ്യരായ ഗുരുനാഥന്മാർ ഇന്നിവിടെ സന്നിഹിതരായിരിക്കുകയാണ്. ചൂരൽ വടിയുടെ താളപ്പെരുക്കങ്ങളിൽ അമർഷം പോണ്ട ബാല്യചോദനയ്ക്ക് അറിയില്ലായിരുന്നു പിൽക്കാലങ്ങളിൽ നമ്മയൊക്കെ രൂപപ്പെടുത്തുന്ന അമൃത സഞ്ജീവനികളായിരുന്നു അവയൊക്കെയും എന്ന് ഇന്ന് നാം തിരിച്ചറിയുകയാണ്. അഭിവന്ദ്യ ഗുരുനാഥന്മാരെ നമ്മൾ സ്കൂൾ മുറ്റത്ത് 90s ബാച്ച് ഹൃദയ സൂനങ്ങളാൽ ആദരിക്കുന്ന ചടങ്ങ് സമാരംഭിക്കുന്നു. നമ്മുടെ യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ഇതിൻ്റെ അധ്യക്ഷനായിട്ട് നമ്മുടെ സംഘടനയുടെ പ്രസിഡന്റ് കൂടിയായ ശ്രീ അനിൽകുമാറിനെ ക്ഷണിച്ചോളുന്നു. വേദിയിലുള്ള ആദരണീയരായ ഗുരുനാഥന്മാരെ, പ്രിയമുള്ള സഹപാഠികളെ, SSLC 90 ബാച്ച് സ്കൂൾ മുറ്റത്ത് എന്ന് നമ്മൾ നാമകരണം ചെയ്തിട്ടുള്ള കൂട്ടായ്മയുടെ സ്നേഹസംഗമം മധുരമീ ഓർമ്മകൾ എന്ന പരിപാടിയാണ് നമ്മളിപ്പോൾ നടത്തുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമ്മൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മളെ ഏവരെയും ഇന്നത്തെ നിലയിൽ വളർത്തിയെടുക്കുന്നതിന്, നമ്മൾ ഇന്ന് കാണുന്ന നിലയിലെത്തിച്ചേരുന്നതിന് കാരണക്കാരായിട്ടുള്ള എല്ലാ ഗുരുനാഥന്മാരെയും ആദരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ പ്രാഥമികമായ ചില ഘട്ടങ്ങൾ ഇവിടെ കഴിഞ്ഞു. ഇനി പ്രധാനമായും നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മൊമെൻറ്റോയും ഒപ്പം തന്നെ നമ്മളവരെ ആദരിക്കുന്നതിനുള്ള ചടങ്ങുകൾ നടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുകയും ബിജു ഇവിടെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിലെ പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ള മൊമെൻറ്റോയും നൽകുന്നതിന് ഓരോരുത്തരെയായി ക്ഷണിക്കും. നമ്മുടെ കൂട്ടുകാർ ആ കൃത്യം നിർവഹിക്കണം. ഇപ്പോൾ ഓരോരുത്തരെയും ക്ഷണിക്കും. ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാർക്ക് മൊമെൻറ്റോയും ഇത് നൽകുന്നതിന് നിങ്ങൾ ഓരോരുത്തരും വേദിയിലേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒപ്പം നമ്മുടെ ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് നിലവിളക്ക് കൊളുത്തുന്നതിന് വേണ്ടി നമ്മുടെ ഗുരുനാഥന്മാരെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ആദരണീയനായ അസീസ് സാറിനെ ഈ വിളക്ക് കൊളുത്തിക്കൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിന് ക്ഷണിക്കുന്നു.
പ്രിയമുള്ള നമ്മുടെ ഗുരുനാഥന്മാരെ ആദരിക്കുന്ന ചടങ്ങ് ആരംഭിക്കുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ അനുമോദന ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് കുലശേഖരപുരം ഗവൺമെൻറ് ഹൈസ്കൂളിലെ തലയെടുപ്പുള്ള ഗണിതശാസ്ത്ര അധ്യാപകൻ ശ്രീ അസീസ് സാർ ക്ലാസ് മുറിയിലെ അച്ചടക്കങ്ങളെ കരുതലോടെ വീക്ഷിക്കുകയും കാർക്കശ്യത്തിൻ്റെ മുഖഭാവങ്ങൾക്കുള്ളിലെ സ്നേഹവാത്സല്യങ്ങളെ ഒരുപക്ഷെ ശിഷ്യഗണങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുക പിൽക്കാലങ്ങളിലായിരിക്കണം. കുലശേഖരപുരം ഗവൺമെൻറ് ഹൈസ്കൂളിന് ഇന്നത്തെ നിലയിലേക്ക് ഉയർത്തുന്നതിൽ നേതൃത്വപരമായി പങ്കുവഹിച്ച പ്രഥമ ഗണനീയനാണ് അസീസ് സാർ. അധ്യാപകനായും തുടർന്ന് ഇതേ സ്കൂളിലെ തന്നെ പ്രഥമ അധ്യാപകൻ പ്രിൻസിപ്പൽ എന്ന നിലയിൽ സേവനം അനുഷ്ഠിച്ച ബഹുമാന്യനായ ശ്രീ അസീസ് സാറിനെ സ്കൂൾ മുറ്റത്ത് 90s ബാച്ചിന് വേണ്ടി ആദരിക്കുന്നതിനായി വളരെയേറെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. ആദരിക്കാൻ വേണ്ടി നമ്മുടെ സ്കൂൾ മുറ്റത്തിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള അനിൽകുമാർ, സെക്രട്ടറി ബിജു എന്നിവരെ ഞാൻ ക്ഷണിക്കുന്നു. ഭൂലോകത്തിൻ്റെ സ്പന്ദനം മാത്തമാറ്റിക്സിലാണെന്ന് ചാക്കോ മാഷിന് മുന്നേ തന്നെ നമ്മെ പറയാതെ പറപ്പിച്ച ശ്രീമതി അമ്മണിയമ്മ ടീച്ചർ. ക്ലാസ് മുറികളിലെ ഭിത്തികൾ പോലും സൈൻ തീറ്റയും കോസ് തീറ്റയും സൃഷ്ടിച്ച ഇക്വേഷനുകൾ വ്യത്യസ്തമാക്കിയിട്ടുണ്ടാവും. പാദവാർഷിക പരീക്ഷകളുടെ സമയപരിധിക്കുള്ളിൽ തന്നെ പാഠഭാഗങ്ങൾ എക്സ്ട്രാ ക്ലാസ്സുകൾ വെച്ച് തീർത്ത് റിവിഷനുകളിലേക്ക് കടക്കുന്ന ആത്മസമർപ്പണത്തെ പിന്നീട് ഏതവസരത്തിലാണ് നാം ഓർക്കാതിരുന്നിട്ടുള്ളത്? കാലിലെ ചെരുപ്പൂരി കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടിക്കിതച്ചെത്തുന്ന ടീച്ചറുടെ സമയകൃത്യതയും അർപ്പണബോധവും മാതൃകാപരമായിരുന്നു. അധ്യാപന ജീവിതശേഷം സാഹിത്യരചനകളിലൂടെ കർമ്മോത്സുകയായ ശ്രീമതി അമ്മണിയമ്മ ടീച്ചറെ സ്കൂൾ മുറ്റത്ത് 90s ബാച്ച് ഏറെ സ്നേഹ ബഹുമാനങ്ങളോടെ ആദരിക്കുന്നു. മലയാളം, മധുര മലയാളം, മാതൃഭാഷയുടെ ജീവസ്പന്ദനങ്ങളെ സാഹിത്യ മാധുര്യത്തിൻ്റെ ലാളിത്യത്തോടെ കുട്ടികളായ നമ്മളിലേക്ക് സന്നിവേശിപ്പിച്ച ഭാഷാ അധ്യാപികയായിരുന്നു ശ്രീമതി സരസ്വതി ടീച്ചർ. 8ാം ക്ലാസ്സിലെ മമ്മയും 9ാം ക്ലാസ്സിലെ രാത്രിമഴയും ആവണിപ്പാടവും 10ാം ക്ലാസ്സിലെ ഭൂമിക്കൊരു ചരമഗീതവും ഒക്കെ ടീച്ചറുടെ അധ്യാപന മികവിൻ്റെ നേർസാക്ഷ്യങ്ങളായിരുന്നു. ഭാഷാലാളിത്യത്തിൻ്റെ സമ്മോഹനതയോടൊപ്പം തന്നെ ജീവിതലാളിത്യത്തിൻ്റെ ഗരിമയും നമ്മെ പഠിപ്പിച്ച സ്നേഹസ്വരൂപിണിയായിരുന്നു സരസ്വതി ടീച്ചർ. ശ്രീമതി സരസ്വതി ടീച്ചറിനെ സ്കൂൾ മുറ്റത്ത് 90s ബാച്ചിൻ്റെ ഈ അഭിമാന നിമിഷങ്ങളിലേക്ക് സ്നേഹാദരം ക്ഷണിക്കുന്നു. ടീച്ചറെ ആദരിക്കുന്നതിനായി സനൽകുമാറിനെയും വേണു ദിവാകരനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നാമധേയത്തിലെ പ്രത്യേകതയെ വ്യക്തിത്വത്തിൻ്റെ മഹിമയാക്കി തീർത്ത അധ്യാപക ശ്രേഷ്ഠൻ ശ്രീ ഉത്തമൻ സാർ. ഗണിതശാസ്ത്ര ക്ലാസ്സുകളിലൂടെയും ഇംഗ്ലീഷ് അധ്യാപനത്തിലൂടെയും വിദ്യാർത്ഥികളുടെ ആരാധ്യപാത്രമായിരുന്നു ശ്രീ ഉത്തമൻ സാർ. സ്കൂളിലെ സ്റ്റോറിൻ്റെ മുഖ്യ ചുമതലയുണ്ടായിട്ടും ക്ലാസ്സുകളിൽ കൃത്യതയോടെ എത്തുകയും നടത്തിപ്പിൻ്റെ ഇടയിൽ ചില സഹായങ്ങൾ പലപ്പോഴും സാധു വിദ്യാർത്ഥികൾക്ക് ഉപകാരമായിട്ടുണ്ടായിരുന്നു എന്ന് പലരുടെയും പിൽക്കാല സാക്ഷ്യപ്പെടുത്തലുകൾ. സൗമ്യതയുടെയും ശാന്തതയുടെയും ഉത്തമരൂപനായ ശ്രീ ഉത്തമൻ സാറിനെ ഏറെ സ്നേഹ ബഹുമാനങ്ങളോടെ സ്കൂൾ മുറ്റത്ത് 90s ബാച്ച് ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ആദരിക്കാൻ വേണ്ടി സേതു രമേശിനെയും ക്ഷണിച്ചുകൊള്ളുന്നു. കുലശേഖരപുരം ഗവൺമെൻറ് ഹൈസ്കൂളിലെ ഹിന്ദി അധ്യാപകരുടെ നിരയിലെ വേറിട്ട വ്യക്തിത്വം ശ്രീമതി ലളിതാഭായ് ടീച്ചർ. രാഷ്ട്രഭാഷാ പഠനത്തിൻ്റെ ആഴവും പരപ്പും ബോധ്യപ്പെടുത്തിയ ഹിന്ദി ക്ലാസ് മുറികളിൽ മുഴുവൻ വിദ്യാർത്ഥികളെയും തുല്യതയോടെ ഉയർത്തുവാൻ ടീച്ചർ നടത്തിയ പരിശ്രമങ്ങളെ ഇന്നും ഹൃദയാദരവോടെ ഓർക്കുന്നു. കുട്ടികൾ പകർത്തുബുക്കുകൾ കൃത്യമായി എഴുതാത്തതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ഇടപെട്ടതും പാദവാർഷിക പരീക്ഷയുടെ മൂല്യനിർണ്ണയങ്ങളെ കാട്ടിയ കൃത്യതയും കാലങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളിൽ പലരും തിരിച്ചറിഞ്ഞിട്ടുള്ളത്. പ്രിയ ഗുരുനാഥയെ സ്കൂൾ മുറ്റത്ത് 90s ബാച്ചിൻ്റെ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി സ്നേഹാദരം ക്ഷണിക്കുന്നു. ടീച്ചറെ ആദരിക്കുന്നതിനായി കൂട്ടുകാർ മുരളീദാസ്, ഗിരീഷ്, വിനോദ് കുമാറും. ക്ലാസ് മുറികളിലെ കാർക്കശ്യ നിലപാടുകാരനായ വേലായുധംപിള്ള സാറിനെ ഒരുപക്ഷെ ഒരു കാലത്തും മറക്കുവാൻ കഴിയില്ല തന്നെ. മേശപ്പുറത്ത് ഏറിയിരുന്നുള്ള സാറിൻ്റെ സാമൂഹ്യ പഠ ക്ലാസ്സുകളിൽ
സാറിൻ്റെ ശബ്ദ ഗാംഭീര്യത്തിനിടയിൽ ഏത് ശബ്ദം ഉയർന്നാലും ഒറ്റ നോട്ടത്താൽ അത് പരിഹരിച്ച് മുന്നേറുന്ന ചരിത്ര ക്ലാസ്സുകളെ ഇന്നും ഓർക്കുന്നു. ബഹുമാന്യ വ്യക്തിത്വത്തിനുടമയായ ശ്രീ വേലായുധംപിള്ള സാറിനെ ഏറെ ബഹുമാനത്തോടെ സ്കൂൾ മുറ്റത്ത് 90s ബാച്ചിൻ്റെ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ആദരിക്കാൻ വേണ്ടി ബിജു വി, അനിൽകുമാർ ചക്കഞ്ചേരി എന്നിവരെ ക്ഷണിക്കുന്നു. അധ്യാപനത്തിൻ്റെ സൗമ്യതയും ചടുലതയും സമന്വയിപ്പിച്ച് വിവിധ ക്ലാസ്സുകളിൽ വിവിധ വിഷയങ്ങൾ ഏറ്റെടുത്ത് ആത്മസമർപ്പണത്തിൻ്റെയും ഉത്തരവാദിത്ത ബോധത്തിൻ്റെയും മറ്റൊരാൾ രൂപമായിരുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട ഓമനയമ്മ ടീച്ചർ. സ്കൂൾ മുറ്റത്തെ മാവിൻ ചുവട്ടിലെ ടീച്ചറിൻ്റെ പ്രത്യേക ക്ലാസ്സുകൾ ഇന്നും ഓർമ്മകളെ പുളകമണിയിക്കുന്നു. ടീച്ചറിൻ്റെ ഭാഷാധ്യാപനത്തിൻ്റെ പ്രത്യേക രീതിയും ചാരുതയും ചിലരിലെങ്കിലും സാഹിത്യബോധത്തിൻ്റെ നേർത്ത പ്രേരണകൾക്ക് അടിത്തറയായിട്ടുണ്ടായിരുന്നുവെന്ന് പറയാതെ വയ്യ. എന്നും പ്രിയപ്പെട്ട ടീച്ചറമ്മയെ ശ്രീമതി ഓമനയമ്മ ടീച്ചറിനെ ഏറെ ബഹുമാനത്തോടെ സ്കൂൾ മുറ്റത്ത് 90s ബാച്ച് ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. ആദരിക്കുന്നതിനായി കൂട്ടുകാർ അശോകൻ, സുഭാഷ് എന്നിവരെയും ക്ഷണിക്കുന്നു. പേരിലെ പ്രത്യേകത പോലെ തന്നെ തിളങ്ങി നിന്ന ഗുരുനാഥൻ ചടുലവും ഊർജ്ജസ്വലവുമായ പ്രവർത്തനങ്ങളിലൂടെ ക്ലാസ് മുറികളിലെ വ്യത്യസ്തമായ ഇടപെടലുകളിലൂടെയും വിദ്യാർത്ഥികളിൽ അത്ഭുത ആദരവുകൾ നിറയ്ക്കാൻ പ്രിയ ഗുരുനാഥന് കഴിഞ്ഞു. ശാസ്ത്രബോധത്തിൽ അധിഷ്ഠിതമായ തലമുറയാകണം സമൂഹം എന്ന ഉറച്ച നിലപാടുകാരനായ ഗുപ്തൻ സാർ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രവർത്തനങ്ങളെ സ്കൂളുമായി ഏകോപിപ്പിക്കാൻ സധൈര്യം യത്നിച്ചു. അന്നത്തെ യുറേക്ക പരീക്ഷയിലുണ്ടായ പങ്കാളിത്ത ബാഹുല്യങ്ങൾ സാറിൻ്റെ ശാസ്ത്രബോധത്തിൻ്റെയും ഇച്ഛാശക്തിയുടെയും നേർസാക്ഷ്യങ്ങളായിരുന്നു. ഗുപ്ത സാറിൻ്റെ ക്ലാസ് മുറികൾ എന്നും വേറിട്ടതും കൗതുകം ജനിപ്പിക്കുന്നതുമായിരുന്നു. വിഷയങ്ങളെ യുക്തിഭദ്രമായി സമീപിക്കാനുള്ള പ്രേരണ ഒരുപക്ഷെ ഗുപ്തൻ സാറിൽ നിന്നാകണം ഏറെയും ലഭ്യമായിട്ടുള്ളത്. വിദ്യാർത്ഥികളുടെ എക്കാലത്തെയും പ്രിയ ഗുരുനാഥനെ സ്കൂൾ മുറ്റത്തെ 90s ബാച്ച് ഏറെ സ്നേഹബഹുമാനത്തോടെ ആദരവേറ്റുവാങ്ങുവാൻ ക്ഷണിച്ചുകൊള്ളുന്നു. സന്തോഷ്, രാജേഷ് എന്നിവരാണ് സ്വീകരിക്കാൻ വേണ്ടി വരുന്നത്. ഹൈസ്കൂൾ ക്ലാസ്സുകളിലെ ഗണിതശാസ്ത്ര മുറികളെ സൗമ്യ ശബ്ദങ്ങളാൽ അലങ്കൃതമാക്കിയ അധ്യാപികയായിരുന്നു ശ്രീമതി വിജയമ്മ ടീച്ചർ. ടീച്ചറുടെ പ്രത്യേക രീതിയിലുള്ള അധ്യാപന ശൈലി വിഷയ ദൗർലഭ്യമുള്ള വിദ്യാർത്ഥികളിൽ പോലും തൽപരചിത്തരായി മനസ്സിലാക്കിയിരുന്നുവെന്ന് പിൽക്കാല സാക്ഷ്യപ്പെടുത്തലുകൾ അടിവരയിടുന്നു. അധ്യാപനത്തിലെ സമർപ്പണബോധത്തിൻ്റെ നേർസാക്ഷ്യമായ വിജയമ്മ ടീച്ചറിനെ സ്കൂൾ മുറ്റത്തെ 90s ബാച്ച് ഹൃദയാദരം ക്ഷണിക്കുന്നു. ടീച്ചറെ ആദരിക്കുന്നതിനായി ഷാജി, രാജു എന്നീ കൂട്ടുകാരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കുലശേഖരപുരം ഗവൺമെൻറ് ഹൈസ്കൂളിലെ അധ്യാപക വൃന്ദങ്ങളിലെ പ്രതിബദ്ധതയുടെ നേർരൂപമായിരുന്നു ശ്രീ രമേശ് സാർ. ഭൗതികശാസ്ത്ര വിഷയങ്ങളെ സൂക്ഷ്മതലങ്ങളെ വിശദീകരിച്ച് ബോധ്യപ്പെടുത്തുന്ന സാറിൻ്റെ ക്ലാസ്സുകൾ ലളിതവും ഹൃദ്യവുമായിരുന്നു എന്ന് അന്നത്തെ മിടുക്കികളും മിടുക്കന്മാരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീ രമേശ് സാറിനെ ഏറെ സ്നേഹബഹുമാനത്തോടെ സ്കൂൾ മുറ്റത്ത് 90s ബാച്ചിൻ്റെ സ്നേഹാദരവ് ഏറ്റുവാങ്ങുവാൻ വേണ്ടി ക്ഷണിക്കുന്നു. ആദരം അർപ്പിക്കുന്നത് രഘുവും ജ്യോതികുമാറും. പത്താം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ വേലയിൽ വിളയുന്ന വിദ്യാഭ്യാസം എന്ന പാഠം പഠിച്ചതിന് ശേഷമാണ് ശ്രീമതി സരോജൻ ടീച്ചറിൻ്റെ പ്രാധാന്യം ഏറെയും ബോധ്യപ്പെട്ടിട്ടുണ്ടാവുക. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിരുന്നുവല്ലോ തയ്യൽ പരിശീലനം. ഹാൻ കർച്ചീഫ് വലിപ്പത്തിലെ വെളുത്ത തുണിയിൽ പച്ചയും മഞ്ഞയും നൂലുകൾ എങ്ങനെ കോർത്തെടുക്കണമെന്നും ഭംഗിയുള്ള പൂക്കൾ എങ്ങനെ നെയ്തെടുക്കണമെന്നും പറഞ്ഞു തന്ന തയ്യൽ ടീച്ചർ ആയിരുന്നുവല്ലോ നമ്മുടെ സരോജൻ ടീച്ചർ. ക്ലാസ് മുറികളെ ശല്യപ്പെടുത്തുന്ന കൂട്ടുകാരുടെ അപശബ്ദങ്ങളെ നിയന്ത്രിക്കുവാൻ ചുരുൾപടി കൊണ്ടുള്ള ഡെസ്കിലെ അടിയല്ലാതെ ആരെയും ടീച്ചർ തല്ലിയതായി ഒരു അറിവുമില്ല. ടീച്ചറിൻ്റെ തയ്യൽ പരിശീലനം ഒരുപക്ഷെ ചിലർക്കെങ്കിലും പിൽക്കാലത്ത് ഉപകരിച്ചിട്ടുണ്ടാവുമെന്ന് നിസ്സംശയം പറയാം. ആരാധ്യയായ അധ്യാപിക ശ്രേഷ്ഠയെ സ്നേഹബഹുമാനപൂർവ്വം സ്കൂൾ മുറ്റത്തെ 90s ബാച്ചിൻ്റെ സ്നേഹാദരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. ടീച്ചറെ ആദരിക്കുന്നതിനായി പ്രിയ കൂട്ടുകാർ ബിജു, ഉണ്ണി എന്നിവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
കുലശേഖരപുരം ഗവൺമെൻറ് ഹൈസ്കൂളിലെ ഹിന്ദി ഭാഷാധ്യാപകരിലെ വേറിട്ട മാതൃകയായിരുന്നു ശ്രീമതി ആരിഫ ടീച്ചർ. ശാന്ത സൗമ്യ ഭാവങ്ങളെയും പേറി ക്ലാസ് മുറികളിലേക്ക് എത്തുന്ന ആരിഫ ടീച്ചറിനെ ഓർക്കാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. മാതൃസ്നേഹം പോലെ തന്നെ ദീപ്തമായിരുന്നു ടീച്ചറിന് കുട്ടികളോടുള്ള ബന്ധം. ഒരുപക്ഷെ ക്ലാസ്സിലെ ബഹളികൾ ഏറെ സ്വാതന്ത്ര്യം എടുത്തിട്ടുള്ളതും ആരിഫ ടീച്ചറിൻ്റെ ക്ലാസ്സുകളിലാണ്. നീണ്ട 21 വർഷം നമ്മുടെ ഈ സ്കൂളിൽ സേവനമനുഷ്ഠിച്ച ആരാധ്യയായ ടീച്ചറിനെ ഈ അവസരത്തിൽ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി സ്കൂൾ മുറ്റത്ത് 90s ബാച്ചിൻ്റെ പ്രൗഢവേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ടീച്ചറെ ആദരിക്കുന്നതിനായി പ്രിയ കൂട്ടുകാർ ഷീജ, വിദ്യ എന്നിവരെയും ക്ഷണിക്കുന്നു. ഒരു കാലത്തും വിസ്മരിക്കുവാൻ കഴിഞ്ഞിടാത്ത വ്യക്തിത്വം, ശാന്തസൗമ്യതയുടെ മറ്റൊരു ആൾരൂപം ശ്രീ ബർണബാസ് സാർ. UP ക്ലാസ്സുകൾ ഗണിതശാസ്ത്രം, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ബർണബാസ് സാർ വിദ്യാർത്ഥികൾക്കെന്നും പ്രിയങ്കരനായിരുന്നു. ഗണിതശാസ്ത്ര വിഷയത്തിൽ കുട്ടികൾക്ക് അടിസ്ഥാന ബോധം പകരുന്നതിൽ എന്നും ബദ്ധശ്രദ്ധനായിരുന്നു. വിദ്യാർത്ഥികൾക്കെന്ന പോലെ രക്ഷിതാക്കൾക്കും പ്രിയങ്കരനായിരുന്നു ശ്രീ ബർണബാസ് സാർ. ആദരണീയയായ ഗുരുനാഥനെ അത്യധികം സ്നേഹത്തോടെ സ്കൂൾ മുറ്റത്ത് 90s ബാച്ചിൻ്റെ ഈ അഭിമാന നിമിഷങ്ങളിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സ്വീകരിക്കുന്നത് ഷംനയും ചിത്തരയും. അധ്യാപനത്തിലെ ആത്മസമർപ്പണം നേരിൽ കണ്ടറിഞ്ഞ് എത്രയെത്ര സന്ദർഭങ്ങൾ ഓർമ്മയിലേക്ക് ഇരമ്പിയെത്തുന്നു. ജീവശാസ്ത്ര പുസ്തകത്തിലെ ചിലർക്കെങ്കിലും അനുഭവപ്പെട്ട അരോചകത്വം മാറ്റിക്കൊടുത്ത് അത് ആസ്വാദ്യകരവും വിഷയ താല്പര്യത്വവും ജനിപ്പിച്ചത് ആരുടെ ശിക്ഷണമായിരുന്നു? മറക്കില്ല ഞങ്ങൾ ശ്രീമതി ശോഭനകുമാരി ടീച്ചറിനെ. ക്ലാസ്സുകളിൽ നിറഞ്ഞ ചിരിയുമായി ഓരോ അധ്യയനവും പിന്നിടുമ്പോഴും അറിഞ്ഞിരുന്നില്ല ഉപരിപഠനാർത്ഥം ഈ സാന്നിധ്യം ഒരു നാൾ ഉപേക്ഷിക്കേണ്ടി വരുമെന്ന്. പിന്നിട്ട നാളുകളിലെ ഓരോ ഋതുക്കളിലും മനസ്സിലെ ആരാധ്യ ബിംബമായിരുന്നു ശോഭനകുമാരി ടീച്ചർ. പ്രിയ ഗുരുനാഥയെ അത്യധികം ആഹ്ലാദത്തോടെ അഭിമാനപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ടീച്ചറെ ആദരിക്കുന്നതിനായി അഖില, ബിന്ദു എന്നീ കൂട്ടുകാരെയും ബിന്ദു ഓ എന്നീ കൂട്ടുകാരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഗീതയും കവിതയും ഡൈസിലേക്ക് വരേണ്ടതാണ്. ഗീത, കവിത. സാമൂഹ്യശാസ്ത്ര ക്ലാസ്സുകളിലെ ആസ്വാദനത്തിൻ്റെ പുതിയ തലങ്ങളിലേക്ക് ഉയർത്തിയ ശാരദാമണി ടീച്ചർ കുട്ടികൾക്കെന്നും പ്രിയപ്പെട്ട ടീച്ചറായിരുന്നു. വിദ്യാർത്ഥികളോടും ടീച്ചർ കാട്ടിയ സ്നേഹവാത്സല്യങ്ങൾ പരക്കെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു എന്ന് ഇന്നും ഓർക്കുന്നു. ആദരണീയയായ ശ്രീമതി ശാരദാമണി ടീച്ചറെ ഏറെ ബഹുമാനത്തോടെ സ്കൂൾ മുറ്റത്ത് 90s ബാച്ചിൻ്റെ സ്നേഹാദര ചടങ്ങുകളിലേക്ക് ക്ഷണിക്കുന്നു. ആദരവ് നൽകുന്നത് ഗീതയും കവിതയും. സ്കൂൾ ഓർമ്മകളിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന മുഖമാണ് ശ്രീമതി രേണുക ടീച്ചറിൻ്റേത്. ടീച്ചറുടെ സാമൂഹ്യശാസ്ത്ര ക്ലാസ്സുകൾ ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് എന്നും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നവ തന്നെയായിരുന്നു. പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി വിലയിരുത്തുന്നതിൽ ടീച്ചർ എന്നും ജാഗ്രത പുലർത്തിയിരുന്നു. അധ്യാപനത്തിൽ ടീച്ചർ പുലർത്തിയ കണിശതയുടെ ഫലങ്ങൾ സാമൂഹ്യശാസ്ത്ര വിഷയങ്ങളിൽ കൂടുതൽ പേർക്കും ഉയർന്ന മാർക്ക് വാങ്ങുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏറെ ബഹുമാനിയായ ശ്രീമതി രേണുക ടീച്ചറിനെ സ്കൂൾ മുറ്റത്ത് 90s ബാച്ചിൻ്റെ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി സ്നേഹാദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ടീച്ചറെ ആദരിക്കുന്നതിനായി കൂട്ടുകാരായിട്ടുള്ള സേതുലക്ഷ്മി, രാധാമണി എന്നിവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒരു സ്ഥാപനത്തിൻ്റെ നല്ല പ്രവർത്തനങ്ങളുടെ അടിത്തറയും നട്ടലും ഒക്കെയും അതിൻ്റെ ഓഫീസ് നിർവഹണമാണ് എന്ന് എത്രമാത്രം നാം കണ്ടറിഞ്ഞിരിക്കുന്നു. കുലശേഖരപുരം ഗവൺമെൻറ് ഹൈസ്കൂൾ ഇന്നത്തെ നിലയിൽ പ്രശോഭിക്കുന്നതിന് പിന്നിൽ ദീർഘനാളത്തെ അധ്വാനങ്ങളും ഉണ്ടായിരുന്നു. കാലാകാലങ്ങളിലെ ഹെഡ് മാസ്റ്റർമാരുടെ സംഭാവനകൾ പോലെ തന്നെ പ്രസക്തമാണ് ഓഫീസ് നിർവഹണവും. നമ്മുടെ സ്കൂളിൽ ദീർഘകാലം ആ സേവനം അനുഷ്ഠിച്ചത് പ്രിയങ്കരനായ വർഗീസ് കുട്ടി സാറായിരുന്നു. ശാന്തസൗമ്യനായ വർഗീസ് സാറിനെ സേവന മഹത്വങ്ങളെ ഒരുപക്ഷെ അക്കാലങ്ങളിൽ ഞങ്ങൾ വിദ്യാർത്ഥികൾ തിരിച്ചറിയുവാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. യൗവനത്തിൻ്റെ നല്ലൊരു പങ്കും നമ്മുടെ സ്കൂളിനായി സമർപ്പിച്ച വർഗീസ് സാറിനെ ഏറെ ബഹുമാനത്തോടെ സ്കൂൾ മുറ്റത്ത് 90s ബാച്ചിൻ്റെ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ആദരവ് നൽകുന്നത് ബീനയും ഷീജ അനസും. വിദ്യാലയ സ്മരണകളിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമായിരുന്നു ശ്രീമതി ശകുന്തളയമ്മ ടീച്ചർ.
ഹിന്ദി ഭാഷാധ്യാപനത്തിൻ്റെ വേറിട്ട മാതൃകയായിരുന്ന ടീച്ചർ കുട്ടികൾക്ക് എന്നും പ്രിയങ്കരിയായിരുന്നു. ഭാഷാപ്രയോഗങ്ങളുടെ ഉച്ചാരണ സ്ഫുടതയിൽ ടീച്ചർ കാണിച്ച കാർക്കശ്യവും കോപ്പി ബുക്കുകളിൽ ഭാഷയുടെ ചന്തം പ്രകടിപ്പിക്കുന്നതിനായി കാട്ടിയ ഇടപെടലുകളും വിശിഷ്യ സുഗമ ഹിന്ദി പരീക്ഷകളിലെ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തത്തിൽ കാട്ടിയ ജാഗ്രതയും ഒക്കെ ടീച്ചറുടെ സമർപ്പണബോധത്തിൻ്റെ ഉത്തമ ദൃഷ്ടാന്തങ്ങളായിരുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട ആരാധ്യയായ ശകുന്തളയമ്മ ടീച്ചറെ ഏറെ സ്നേഹബഹുമാനങ്ങളുടെ ആദരവേറ്റുവാങ്ങുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ടീച്ചറെ ആദരിക്കുന്നതിനായി കൂട്ടുകാരായ മുനീറ, സിനി എന്നിവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായിട്ട് സതിയും സലീനയും ഡൈസിലേക്ക് വരേണ്ടതാണ്. ക്ലാസ് മുറികളിലെ സൗമ്യ സാന്നിധ്യമായിരുന്നു ശ്രീമതി നന്ദകുമാരി ടീച്ചർ. ടീച്ചറുടെ ഗണിതശാസ്ത്ര ക്ലാസ്സുകൾ കുട്ടികൾക്ക് എന്നും കൗതുകകരമായിരുന്നു. ബീജഗണിത ക്ലാസ്സുകളിലെ സരസവും ലളിതവുമായ ആഖ്യാനങ്ങളിലൂടെ കണക്കിൻ്റെ ഗുലുമാലുകളിൽ പെട്ടുപോയതിൻ്റെ സങ്കടങ്ങൾക്ക് അറുതി വരുത്തുന്നതിന് ആ പ്രത്യേകത നിറഞ്ഞ പഠിപ്പിക്കലിന് കഴിഞ്ഞിരുന്നു. ഏറെ പ്രിയങ്കരിയായ ബഹുമാന്യായ ശ്രീമതി നന്ദകുമാരി ടീച്ചറെ സ്കൂൾ മുറ്റത്ത് 90s ബാച്ചിൻ്റെ ഹൃദയാദരവ് ചടങ്ങിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. വനജയും ആശാലതയും അടുത്തതിനായി തയ്യാറാവുക. അന്ന് കുട്ടികളായ ഞങ്ങളുടെ മുന്നിലേക്ക് സൗമ്യ സുകുമാര്യതയുടെ സാന്നിധ്യമായി കടന്നു വന്ന ഗിരിജ ടീച്ചർ. പഠിപ്പിക്കുന്നത് സംഗീതം. കൗതുകം പൂണ്ട മിഴികളിലും കരളിലും സാന്ദ്ര സംഗീതത്തിൻ്റെ ആദ്യ പാഠങ്ങൾ പകർന്നേകിയ സംഗീത അധ്യാപിക. സവിശേഷ ശബ്ദമാധുര്യത്തിനുടമയായ ടീച്ചർ ലളിത സംഗീത അധ്യയനത്തിലൂടെ പാടാൻ അറിയാത്തവനെയും പാട്ടിൻ്റെ ശ്രുതിലയങ്ങളിലേക്ക് ആനയിക്കുകയായിരുന്നു. കുസൃതിക്കൂട്ടരുടെ കുഞ്ഞാരവങ്ങളെ നിശബ്ദമാക്കിയ സംഗീത ക്ലാസുകൾ ഇന്നും ഹൃദയപുടങ്ങളെ തളിരണിയിക്കുന്നു. ഊഷ്മള സ്നേഹത്തോടെ അതിലേറെ ബഹുമാനത്തോടെ ഗിരിജ ടീച്ചറിനെ സ്കൂൾ മുറ്റത്ത് 90s ബാച്ചിൻ്റെ ആദരവേറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. ടീച്ചറെ ആദരിക്കുന്നതിനായി കൂട്ടുകാരായിട്ടുള്ള വനജ, ആശാലത എന്നിവരെയും ക്ഷണിക്കുന്നു. അമ്പളയമാളം ഷീബയും തയ്യാറായിരുന്നു. അക്കാലങ്ങളിലെ ഗവൺമെൻറ് ഹൈസ്കൂൾ കുലശേഖരപുരത്തിൻ്റെ അടയാളമായിരുന്നു ശശികല ടീച്ചർ. അധ്യാപികയെ സേവനമനുഷ്ഠിച്ച് തുടങ്ങിയ ചെറിയ കാലയളവിനുള്ളിൽ തന്നെ വിദ്യാർത്ഥികളുടെ പ്രിയങ്കരിയായ ടീച്ചർ എന്ന പേരെടുത്ത ചരിത്രാധ്യാപികയായിരുന്നു ടീച്ചർ. ചരിത്ര സംഭവങ്ങളെ ടീച്ചറുടെ വാഗ്ദോരണിയിലൂടെ പകർന്നാട്ടം നടത്തുവാനുള്ള പ്രത്യേക കഴിവ് ടീച്ചർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാവണം ചരിത്ര വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് മുന്നിട്ട് നിന്നിട്ടുള്ളത്. ഏറെക്കാലം സേവനമനുഷ്ഠിച്ച വിദ്യാലയത്തിൽ തന്നെ പ്രിൻസിപ്പലായി തിളങ്ങുന്നതിന് ടീച്ചർക്ക് കഴിഞ്ഞിട്ടുണ്ട്. റിട്ടയർമെൻറ്റ് ജീവിതശേഷം കലാസാംസ്കാരിക രംഗങ്ങൾ നിറസാന്നിധ്യമായി നിലകൊണ്ട ശ്രീമതി ശശികല ടീച്ചറെ ഏറെ സ്നേഹ ബഹുമാനങ്ങളോടെ ആദരവേറ്റുവാങ്ങുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. ആദരവ് നൽകുന്നത് അമ്പിളിയമ്മാളും ഷീബയും. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ചുമതലയിൽ സുനീതി ടീച്ചർ എത്തിയപ്പോൾ ശിവാനന്ദ സാറിൻ്റെ വഴക്ക് പറച്ചിൽ നിന്ന് രക്ഷപ്പെട്ടുന്നു എന്ന് കരുതിയ വിദ്വാൻമാർക്ക് തെറ്റി. കൃത്യനിഷ്ഠതയും കാർക്കശ്യവും മുഖമുദ്രയാക്കിയ സുനീതി ടീച്ചറിനെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ക്ലാസ്സുകൾ പിന്നീട് ആസ്വാദികരമായി മാറുകയായിരുന്നു. കബഡികളിയും ഷോട്ട്പുട്ടും ക്രിക്കറ്റും ഒക്കെയും പരിശീലനത്തിൻ്റെ ഭാഗമാക്കുന്നതിൽ സുനീതി ടീച്ചർ വഹിച്ച പങ്ക് നിസ്തൂലമായിരുന്നു. കായികക്ഷമത കൈവരിക്കുന്നതിനോടൊപ്പം അച്ചടക്കത്തിൻ്റെ പരിശീലന കളരി കൂടിയായി തീർന്ന സ്കൂൾ മുറ്റം. എങ്കിലും ഉള്ളിൽ സ്നേഹം മറച്ചുവെച്ച് സ്നേഹവായ്പകൾ ചിലപ്പോൾ ഒക്കെയും അനുഭവിച്ചറിയുവാൻ കഴിഞ്ഞ ഒരുപാട് കൂട്ടുകാരുമുണ്ടായിരുന്നു. ബഹുമാന്യയായ ശ്രീമതി സുനീതി ടീച്ചറെ ഏറെ ഹൃദയപൂർവ്വം സ്കൂൾ മുറ്റത്ത് 90s ബാച്ചിൻ്റെ സ്നേഹാദരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. ആദരവ് നൽകുന്നത് ഉഷയും പ്രീതിയും. ക്ലാസ് മുറിയിലെ വിശാലമായ ബ്ലാക്ക് ബോർഡിൽ ഒരു ചോക്കിൻ്റെ വെളുത്ത വരകളിൽ ഒരു പൂജ. പിന്നീട് അവിടെ നിന്ന് നീണ്ട വിരലുകൾക്കിടയിലെ ആ ചോക്ക് കഷ്ണം തീർത്ത വിസ്മയകരമായ പൂച്ചെടി. അത്ഭുതം പൂണ്ട കുഞ്ഞു മിഴികളെ നോക്കി കൃത്യമായി ചിരിച്ച് നിർദ്ദേശിക്കുന്നു. ഡ്രോയിങ് ബുക്കിൽ എല്ലാവരും വരച്ചുകൊള്ളൂ. എല്ലാവരും വരച്ചു. ചിലർ ഒരുവിധം ഒപ്പിച്ചു. മാർക്കുണ്ട്. 10ൽ 2, 3, 4, 5 എന്നിങ്ങനെ പോകുന്നു മാർക്കിൻ്റെ നീളം. പ്രഫറ്റ് ടീച്ചർ, ഗവൺമെൻറ് ഹൈസ്കൂൾ കുലശേഖരപുരത്തിൻ്റെ സ്വന്തം ചിത്രകലാ അധ്യാപിക ശ്രീമതി പ്രഫറ്റ് ടീച്ചർ. നീണ്ട വർഷങ്ങളിലൂടെ ഒട്ടേറെ ചിത്രകലാകാരന്മാർക്കും ചിത്രകലാകാരികൾക്കും ചിത്രകലയുടെ ആദ്യാനുഭവങ്ങൾ നൽകിയും പ്രചോദിപ്പിക്കുകയും ചെയ്ത ഞങ്ങളുടെ ഡ്രായിങ് ടീച്ചർ.
ഇപ്പോഴും സഹപ്രവർത്തകരെ കോർഡിനേറ്റ് ചെയ്യുന്നതിലും സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നതിലും വിശിഷ്യ സ്കൂൾ മുറ്റത്തിൻ്റെ ഈ പരിപാടികളിൽ ടീച്ചർ കാണിച്ച ആഭിമുഖ്യവും സഹായങ്ങളും ആ നല്ല മനസ്സിൻ്റെ വിശാലതയെ തുറന്നു കാണിക്കുന്നു. ഏറെ പ്രിയങ്കരിയായ ശ്രീമതി പ്രൊഫറ്റ് ടീച്ചറിനെ സ്കൂൾ മുറ്റത്തെ 90s ബാച്ചിൻ്റെ പ്രൗഢഗംഭീരമായ ഈ സ്നേഹാദര ചടങ്ങിലേക്ക് അഭിമാനപൂർവ്വം ക്ഷണിക്കുന്നു. ടീച്ചറെ ആദരിക്കുന്നതിനായി സുലത, സുജല റാണി എന്നിവരെയും ക്ഷണിക്കുന്നു. അടുത്തതായി നമ്മുടെ ഈ സ്കൂളിൻ്റെ എല്ലാ ദൈനംദിന പ്രവർത്തനങ്ങളിലും അക്കാലങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്ന ശ്രീ രവീന്ദ്രനണ്ണൻ. രവീന്ദ്ര സാറ് അക്കാലങ്ങളിലെ നമ്മൾ വിദ്യാർത്ഥികൾക്കാർക്കും മറക്കാൻ കഴിയാത്ത വ്യക്തിത്വമായിരുന്നു. ഏറെ ബഹുമാനായ ശ്രീ രവീന്ദ്ര സാറിനെ സ്കൂൾ മുറ്റത്ത് 90s ബാച്ചിൻ്റെ ഈ ഹൃദയാദര ചടങ്ങിലേക്ക് ഏറെ സ്നേഹത്തോടെ ഏറെ ബഹുമാനത്തോടു കൂടി ക്ഷണിക്കുന്നു. സനൽ സാറിനെ, രവീന്ദ്ര സാറിനെ ആദരിക്കുന്നതിനായിട്ട് സനലിനെയും വിനോദിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാരുടെ ആദരവ് ചടങ്ങ് അവസാനിച്ചിരിക്കുകയാണ്. മറുമൊഴിക്കായി അധ്യാപകരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അസീസ് സാറിനെ ആദ്യമായി ക്ഷണിക്കുന്നു. സ്നേഹം നിറഞ്ഞ എൻ്റെ സഹപ്രവർത്തകരെ, ഞാൻ എന്താണ് വിളിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. കുട്ടികൾ എന്ന് വിളിക്കുന്നത് ശരിയല്ല. എല്ലാവർക്കും 49 വയസ്സ് അതിന് കൂടുതലായിട്ട്. അപ്പം എന്നാലും എന്നെ എൻ്റെ വീട്ടുകാരുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ മകനെ എന്ന് വിളിക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളെയും സ്നേഹം നിറഞ്ഞ കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുകയാണ്. വളരെയേറെ സന്തോഷമുണ്ട്. ഇതുപോലൊക്കെയുള്ള പരിപാടികൾ ഒരുപാട് എണ്ണത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ പരിപാടികൾ സംഘടിപ്പിച്ച ഒട്ടേറെ ഗ്രൂപ്പുകളിൽ ഞങ്ങളെല്ലാം പങ്കെടുത്തിട്ടുള്ളവരാണ്. ഇങ്ങനെയൊക്കെ പങ്കെടുക്കുന്നത് നിങ്ങളെയൊക്കെ കാണാനും കണ്ടവരുടെ ആ ഓർമ്മകളൊന്ന് പുതുക്കാനും ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ ഞങ്ങളിൽ നിന്നുണ്ടായ തിക്തജല അനുഭവങ്ങളുണ്ടാകാം. അതൊക്കെ കാലഘട്ടത്തിൻ്റെ രീതിയിൽ മറഞ്ഞു പോകുമെന്ന് ഞാൻ ധരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഞാൻ മനസ്സിലാക്കിയ ഇത് 1 കൊല്ലത്തോളമായി ഈ കൂട്ടായ്മ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് തുടരണം. നമുക്ക് ഇന്ന് നമ്മൾ സന്തോഷകരമായ ഒരു കാര്യം, നമ്മൾ വാർത്തകൾ ഇന്നലെ രാത്രി വൈകിട്ട് വായിച്ചവരാണ്. 34 കോടി രൂപ ജാതിയുടെയോ മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ അതിരുവരമ്പുകൾക്കപ്പുറത്ത് നിന്നുകൊണ്ട് സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞ ഒരു കുടുംബങ്ങളാണ് നമ്മുടെ മലയാളി കുടുംബം എന്ന് നമുക്ക് പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അതുപോലെ നിങ്ങളുടെയും ഈ കൂട്ടായ്മ, ഒരുപാട് കൂട്ടായ്മ ഇവിടെ ഉണ്ട്. ഇതെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് നമ്മളുടെ സ്കൂളിലെ നമ്മളോടുകൂടി പണി ചെയ്തവർ അല്ലെങ്കിൽ നമ്മളോട് പഠിച്ചവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അവരെ കൂടി സഹായിക്കാൻ നിങ്ങൾ ശ്രമിക്കണം എന്നുള്ള ഒരു ചെറിയ നിർദ്ദേശം അല്ലെങ്കിൽ ഉപദേശം മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. മറ്റൊരു കാര്യം കൂടി ഞാൻ ഇതിൻ്റെ സംഘാടകരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു 3 ചർച്ച ഒഴിവാക്കണം. ഒന്ന്, നിങ്ങൾ ഒരു കാരണവശാലും ആ ഗ്രൂപ്പിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യരുത്. 2, നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ ജാതിയോ മതമോ ചർച്ച ചെയ്യരുത്. നിങ്ങൾ ആകപ്പാട് ചർച്ച ചെയ്യാനുള്ള നിങ്ങളുടെ കാര്യം, നിങ്ങളെന്ന് പറയുന്നത് നമ്മുടെ കാര്യം, മനുഷ്യരുടെ കാര്യം, ജീവകാരുണ്യപരമായ കാര്യങ്ങൾ, നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ, ഇത് മാത്രം ചർച്ച ചെയ്താൽ നിങ്ങളുടെ ഈ ഗ്രൂപ്പ് നിലനിൽക്കും. അല്ലാത്ത ഏത് ഗ്രൂപ്പ് ഉണ്ടായിട്ടുണ്ടോ അത് ഏതെല്ലാം രീതിയിലായാലും അതെല്ലാം നശിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ വരാതെ ഇത് വളർന്ന് പന്തലിച്ച് നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ കുട്ടികളിലേക്കാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്
നിങ്ങൾക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ കൊച്ചുകുട്ടികൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും നിങ്ങളുടെ കൊച്ചുകുട്ടികൾക്കുമെല്ലാം എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. എൻ്റെ പ്രിയ അധ്യാപക സുഹൃത്തുക്കളെ, സദസ്സിലുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എവിടെ തുടങ്ങണം എന്നറിയില്ല, ആ ഒരു കൺഫ്യൂഷനിലാണ് ഞങ്ങളെല്ലാവരും. കാര്യം ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു ഉത്സവ പ്രതീതി ഉണർത്തുന്ന തരത്തിലുള്ള ഒരു സദസ്സ് അല്ലെങ്കിൽ ഒരു ചടങ്ങാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. നിലവിളക്ക് തന്നെ അതിനൊരു ഉദാഹരണം. വളരെ പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങ് തന്നെ എന്ന് ആദ്യമേ വിശേഷിപ്പിക്കട്ടെ. ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും, ഇന്നലെ ഇതിൻ്റെ ഒരു സംഘാടകനെ വിളിച്ചപ്പോൾ പറഞ്ഞത് ഒരു 100-130 അംഗങ്ങളുണ്ട് ടീച്ചറെ ഇതിൻ്റെ പിന്നിൽ, മാസങ്ങളായിട്ട് പ്രവർത്തിച്ചു വരികയാണ് എന്നൊക്കെ പറഞ്ഞു. വളരെ ഗംഭീരമായ ഈ ചടങ്ങ് ഇവിടെ ഒരുക്കിയതിൽ ഞങ്ങളെല്ലാവരും തൃപ്തരാണ്. ആ സംതൃപ്തി ആദ്യമേ അറിയിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ വർഷങ്ങളായി, അതായത് ഒരു 4-5 വർഷങ്ങളായി, പ്രത്യേകിച്ചും കോവിഡ് കഴിഞ്ഞതിന് ശേഷമാണ് മുൻപ് പഠിച്ച വിദ്യാർത്ഥികൾ ഒത്തുകൂടുന്നതും അധ്യാപകരെ ആദരിക്കുന്നതും ഒക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഒക്കെയാണ് ഞാനും ഇവിടെ ഏതോ ഒരു ഇതുപോലുള്ളൊരു ചടങ്ങിൽ വന്നു. അപ്പോൾ ഏറെ സന്തോഷം ഇപ്പോഴും വരുന്നതിന്. നിങ്ങളിവിടെ പറഞ്ഞതുപോലെ ഈ സ്കൂൾ മുറ്റം 90 ബാച്ചിലെയാണ്. 90 ബാച്ച് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 34 വർഷം കഴിഞ്ഞിരിക്കുന്നു അല്ലേ? 34 വർഷം കഴിഞ്ഞു നിങ്ങൾ SSLC കഴിഞ്ഞ് ഇവിടുന്ന് പോയിട്ട്. പക്ഷേ ഞങ്ങൾ പോയിട്ട് അതിനേക്കാൾ കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ. അപ്പോൾ സീനിയേഴ്സ് നിങ്ങളാണ് സ്കൂളിനെ സംബന്ധിച്ച് പറയുമ്പോൾ. അക്കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയായിരുന്നു. ഞങ്ങളെക്കാളും അക്കാര്യത്തിൽ നിങ്ങൾ സീനിയേഴ്സാണ്. അപ്പോൾ നിങ്ങൾ പഠിച്ച് അന്നത്തെ ഒരു ചുറ്റുപാടോ പിന്നെ സാഹചര്യമോ അല്ല ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഞങ്ങളിവിടെ വരുമ്പോഴുള്ള സാഹചര്യമല്ല. വർഷങ്ങളായി ഓരോ വർഷം കഴിയും തോറും പുതുമകൾ വരികയാണ്. ഇന്നിപ്പോൾ അറിയാം, SSLC കഴിഞ്ഞാലും എങ്ങും പോകേണ്ട ആവശ്യമില്ല, ഇവിടെ തന്നെ +2 പഠിച്ചിറങ്ങാം. അതുപോലെ തന്നെ നമ്മുടെ ഭൗതിക സൗകര്യങ്ങളൊക്കെ വർദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ ഇവിടെ ഹെഡ് മാസ്റ്ററായിട്ടിരിക്കുന്ന ബഹുമാനായ ശ്രീ അനിൽകുമാർ, അദ്ദേഹം വേദിയിലുണ്ട് എന്ന് തോന്നുന്നു. അദ്ദേഹം അടുത്ത മെയ് 31 പടിയിറങ്ങുകയാണ്. അതിന് മുൻപായി തന്നെ നമ്മുടെ സ്കൂളിൻ്റെ വിസ്തൃതി കുറെ കൂടെ വർദ്ധിപ്പിക്കാനുള്ള പരിശ്രമത്തിലാണ്. നിങ്ങളുമൊക്കെ അതിൽ പങ്കാളികളാണ് എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളും പങ്കാളികളാണ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ കൂട്ടായി പരിശ്രമിക്കുന്നതിൻ്റെ ഫലമായി നമ്മുടെ സ്കൂളിൻ്റെ എല്ലാ തരത്തിലുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ന് ടൈലിട്ട റൂമിലിരിക്കാം, മുകളിൽ ഫാനുണ്ട്. ഇതൊന്നും ഇല്ലാതിരുന്നൊരു കാലത്താണ് നിങ്ങളൊക്കെ പഠിച്ചിറങ്ങിയത് അല്ലേ? നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അത്രമാത്രം അന്ന് അത് മതി, അതാണ് അന്നത്തെ ഒരു സ്കൂൾ അന്തരീക്ഷം. പക്ഷേ അതല്ല ഇന്ന് പിന്നെ പ്രൈവറ്റ് സ്കൂളിനേക്കാൾ മത്സരിക്കുന്ന തരത്തിലുള്ള സൗകര്യങ്ങൾ ഇന്ന് നമ്മുടെ സർക്കാർ സ്കൂളുകളിലായി കഴിഞ്ഞു. ഒന്നിനും മറ്റാരെയും ആശ്രയിക്കേണ്ട കാര്യമില്ല. സ്കൂൾ ഉച്ചഭക്ഷണം പോലും, അതായത് ഭക്ഷണം എന്ന് ഞാൻ പറയുമ്പോൾ ഊണ് തന്നെ കിട്ടുന്ന ഒരവസ്ഥയിൽ നമ്മുടെ സാഹചര്യങ്ങൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായും നമുക്കെല്ലാം അഭിമാനിക്കാം നമ്മുടെ സർക്കാർ സ്കൂളുകളുടെ നിലവാരം ഇത്രമാത്രം ഉയർന്നതിൽ. പിന്നെ മറ്റൊന്ന് പറയുമ്പോൾ നിങ്ങളുടെയൊക്കെ ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ പരിസരത്തുള്ള കുറച്ച് പേര് ഈ ഗ്രൂപ്പിൽ ഉണ്ട്. എനിക്കറിയാം, അവരൊക്കെ അമ്മുമ്മമാരായിട്ടുണ്ട്, മക്കളുമുണ്ട്, മക്കളുടെ മക്കളുമായി കഴിഞ്ഞു. അപ്പോൾ മക്കളൊക്കെ ഇവിടെ പഠിക്കുന്നവരുണ്ടാകാം, ചിലപ്പോൾ പഠിത്തം കഴിഞ്ഞ് പോയിട്ടുണ്ടാകാം. അപ്പം ഞാനത് ഓർമ്മിപ്പിച്ചത് മറ്റൊന്നുമല്ല, ഇപ്പോൾ ഒന്നാമത് അവധിക്കാലമാണ്. നിങ്ങളുടെ കുട്ടികളെ അന്നത്തെ അന്തരീക്ഷമല്ല, അന്ന് നമുക്ക് നമ്മുടെ മക്കൾക്ക് അതേ പ്രായത്തിലുള്ള അയൽക്കാരുമായിട്ടോ അല്ലെങ്കിൽ മാക്സിമം നമ്മുടെ സ്കൂളിൽ പഠിച്ചവരുമായിട്ടൊക്കെ ഉള്ള കമ്പനികളേ ഉള്ളൂ. ഇന്ന് അതല്ല. നമ്മൾ ദിവസേന വായിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ചുറ്റുപാടും നടക്കുന്നത് സുഖകരമായ വാർത്തകളല്ല, സുഖകരമായ വിവരങ്ങളല്ല. കുട്ടികളെ വഴിതെറ്റിക്കാനും അതുപോലെ തന്നെ അവരുടെ ഭാവി നശിപ്പിക്കാനും ഒക്കെ പലതരത്തിലുള്ള അക്രമങ്ങളും അതുപോലെ തന്നെ ലഹരി, നമുക്കറിയാം, ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ നമ്മുടെ ചുറ്റുപാടും ഇങ്ങനെ
നടമാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ കുഞ്ഞുങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ഭാവിയിൽ അവരൊക്കെ നമ്മളെക്കാളും വലിയവരാകേണ്ടവരാണ്. അപ്പോൾ അതിനൊക്കെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് രക്ഷകർത്താക്കൾ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ആവശ്യമാണ്. അത് നമ്മൾ നിറവേറ്റിയേ മതിയാവൂ. വഴിതെറ്റിയാൽ, നമ്മുടെ പിടിവിട്ട് കഴിഞ്ഞാൽ, നമ്മുടെ കണ്ണൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള പല രീതിയിലും അവർ വഴിതെറ്റാൻ സാധ്യതയുണ്ട്. അക്കാര്യം ഞാൻ ഓർമ്മിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അന്നത്തെ വിദ്യാർത്ഥികളല്ല, പിന്നീട് രക്ഷകർത്താക്കളായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അപ്പൂപ്പന്മാരായിട്ടുള്ളവരുമുണ്ട്. വിവിധ തലത്തിൽ, സർക്കാർ തലത്തിലും മറ്റ് വ്യാവസായിക രംഗങ്ങളിലും വിദേശത്തും ഒക്കെ ജോലി ചെയ്യുന്നവരുണ്ട്. എന്തായിരുന്നാലും നിങ്ങളെല്ലാവരും കൂടി കാണിച്ച ഈ ഒരു മാതൃക വളരെ അഭിനന്ദനീയമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും, നിങ്ങളുടെ ഇപ്പോൾ ഫ്രണ്ടിലിരിക്കുന്നവരെക്കാൾ കൂടുതൽ ഇവിടെ ഹൗസ്ഫുള്ളാണ് ഈ വേദി. അപ്പോൾ നിങ്ങൾ ക്ഷണിച്ചവരെല്ലാം ഇവിടെ വന്നെത്തിയിട്ടുണ്ട് എന്നത് നിങ്ങൾക്കും അഭിമാനിക്കാം. അപ്പോൾ ഈ ഒരു കൂട്ടായ്മ ഇവിടെ പറഞ്ഞു, പല കാരുണ്യ പ്രവർത്തനങ്ങളിലും നിങ്ങൾ ഏർപ്പെടുന്നുണ്ട്. എല്ലാം വളരെ നല്ലതാണ്. നമ്മുടെ സമൂഹത്തിന് വേണ്ടി തീർച്ചയായും നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഇന്നലെ നമ്മൾ ഇന്നലത്തെയും വാർത്തയാണ്. വിദേശത്ത് ജയിലിൽ കഴിയുന്ന റഹീമിന് ബോബി ചെമ്മണ്ണൂർ 34 അദ്ദേഹം നേതൃത്വം നൽകിക്കൊണ്ട്. അപ്പോൾ ഇതൊക്കെ കേരളത്തിൻ്റെ അഭിമാന കാര്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായും നമ്മുടെ ഈ സമൂഹത്തിന് മാറ്റം ഉണ്ടാകണമെങ്കിൽ അതിനൊരു കൈത്താങ്ങ് നിങ്ങൾക്കും കൂടി കഴിയും എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇവിടെ. ഭാവിയിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങളുടെ കുടുംബത്തിന്, എല്ലാവരും കുടുംബിനികളാണ്, കുടുംബനാഥന്മാരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഭാരിച്ച ഉത്തരവാദിത്വം വീടുകളിലുമുണ്ട്. അതെല്ലാം ഭംഗിയായി നിറവേറ്റാൻ ഒക്കെ കഴിയട്ടെ. വീണ്ടും നമുക്ക് കാണണം അടുത്ത വർഷങ്ങളിലും. ഈ മെമൻറ്റോയും അതൊന്നും ഇല്ലെങ്കിലും ഞങ്ങളെ വിളിച്ച് സന്തോഷിപ്പിച്ചാൽ മാത്രം മതി. എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, അസീസ് സാറ് സംബോധന ചെയ്തതുപോലെ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങളെ കുഞ്ഞുങ്ങളെ എന്ന് സംബോധന ചെയ്യുന്നതിന് ഉള്ള 2-3 സന്ദർഭങ്ങൾ നിങ്ങൾ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഒന്ന്, ആ സ്കൂളിൻ്റെ വരാന്തയിൽ കാണുന്ന നിങ്ങളെ കണ്ടോ? ആ സ്കൂളിൻ്റെ വരാന്തയിൽ നിങ്ങളെ കുറേ പേര് ഇന്ന് കളിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എന്ന മൊമെൻറ്റോയിലും ഉണ്ടത്. അപ്പം ഞങ്ങൾ കുഞ്ഞുങ്ങളെ നല്ല വിളിക്കേണ്ടത്. ആ ടീച്ചർ പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങളുടെ അമ്മമാരും അച്ഛന്മാരും ഉണ്ട്, അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും ഉണ്ട്. അതൊക്കെ ഞങ്ങളെ കാണുന്നത്. 34 വർഷം കൊണ്ട് ഈ പ്രകൃതി നിങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് നിങ്ങളെ ഈ ചിത്രത്തിലൂടെ അല്ലാതെ കാണാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒന്നുണ്ട്, നിങ്ങളുടെ മനസ്സിന്. രൂപത്തെയോ ഭാവത്തെയോ ഒന്നും ഞങ്ങൾക്ക് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഇരിക്കുന്നവരെല്ലാം ഒരുപക്ഷെ ഞാൻ പഠിപ്പിച്ചവരായിരിക്കും, ഞാൻ തല്ലിയവരായിരിക്കും, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ വലുതായിട്ട് തല്ലാറില്ലായിരുന്നെങ്കിലും പലതൊക്കെ പറഞ്ഞിട്ടുള്ളവരായിരിക്കും. ആരെയും അറിയില്ല. അറിയുന്നത് നിങ്ങളുടെ ആ ബാല്യവും കൗമാരവും ആ ഘട്ടത്തിൽ നിങ്ങളെ ഞങ്ങൾക്കറിയാവൂ. പക്ഷെ നിങ്ങൾ ഇത്തരത്തിലാണ്. ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്കെന്തോ ചിലതൊക്കെ ഈ സമൂഹത്തിൽ നടക്കുന്ന എന്തിൻ്റെയൊക്കെയോ ചെറിയ ചെറിയ ഭാഗങ്ങൾ പറഞ്ഞു തന്നു എന്നുള്ള ഒരു ഓർമ്മ നിങ്ങളുടെ മനസ്സിൽ ഇന്നും തളം കെട്ടി നിൽക്കുന്നു. അത് ഞങ്ങൾ കാണുന്നു. അത് ഒരു അധ്യാപകന് കിട്ടാവുന്ന ബഹുമതികളിൽ ഏറ്റവും വലിയ ബഹുമതിയാണത്. ഞങ്ങളുടെ ഓർമ്മകൾ നിങ്ങളുടെ ഉണ്ടല്ലോ, അത് ഞങ്ങൾക്ക് സംതൃപ്തി നൽകുന്നുണ്ട്, സന്തോഷം നൽകുന്നുണ്ട്. നിങ്ങളുടെ ഇപ്പോൾ അസീസ് സാറ് ഒരു കാര്യം ഇവിടെ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞങ്ങൾ നൽകിയത് വളരെ തുച്ഛമായ എന്തോ ഒന്ന്. അത് അറിവായിരിക്കാം, വിജ്ഞാനമായിരിക്കാം, പിന്നെ എന്തെങ്കിലും കലാപരമായ അറിവായിരിക്കാം. പക്ഷേ ഞങ്ങൾ നൽകിയത് ഒരു 0.1% ആണെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ നൽകിയ ഒരു സമൂഹം നിങ്ങളുടെ പിന്നിലുണ്ടായിരുന്നു. ഒരു വൻ സമൂഹം. ആ സമൂഹത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള കോൺട്രിബ്യൂഷനാണ് നിങ്ങളും ഞാനും അല്ല. അസീസ് സാർ സൂചിപ്പിച്ചപ്പോൾ ആ ഒരു ഓർമ്മയാണ് ഈ 34 കോടി രൂപ കേരളത്തിൻ്റെ ഹിസ്റ്ററി. അതാണ് കേരള ഹിസ്റ്ററി. അതിനുവേണ്ടി നിങ്ങളും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും, അല്ലാതെ എല്ലാവരും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സമൂഹം നമ്മളെ വളർത്തിയ, നമ്മളെ പരിപാലിച്ച,
നമ്മളെ ഇന്ന് നിലനിർത്തുന്ന ഒരു സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട് എന്നുള്ളൊരു ബോധം നിങ്ങൾക്കുണ്ടാവും. ആ ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പം നിങ്ങൾ ഇങ്ങനെ ഓർത്തതും ഞങ്ങളെ ഇന്ന് വിളിച്ചത്. ഞങ്ങൾക്ക് ഈ ആദരവൊന്നുമല്ല വേണ്ടത്, നിങ്ങളെയൊക്കെ ഒന്ന് കാണുക. പക്ഷേ ഐഡൻറ്റിഫൈ ചെയ്യാൻ വയ്യ, ഇന്നാളാണെന്നുള്ള അത് പോയി. പക്ഷെ നിങ്ങൾ കുഞ്ഞുങ്ങളാണെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ കാണുന്നു, നിങ്ങൾക്ക് നന്മയുണ്ടാവും. മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യം കൂടെ, അസീസ് സാർ സൂചിപ്പിച്ച കാര്യം കൂടെ, നമുക്കൊരു കേരള സ്റ്റോറി രചിക്കണം. അവിടെ മറ്റൊന്നുമില്ല, മനുഷ്യൻ. നമ്മളെല്ലാം പ്രകൃതിയിലേക്ക് തിരിച്ചു പോകേണ്ടവരാ, ലയിക്കേണ്ടവരാ. നമുക്കൊന്നും കൊണ്ടുപോകാനില്ല. നമുക്ക് കൊണ്ടുപോകാനുള്ളത് ഇങ്ങനെയുള്ള കുറേ സൗഹൃദങ്ങളും സ്നേഹവും ഒക്കെ തന്നെയാണ്. അതിന് നിങ്ങൾക്ക് കഴിയട്ടെ. നിങ്ങളുടെ ഈ പ്രവർത്തനത്തെ എങ്ങനെ അഭിനന്ദിക്കണമെന്നറിയില്ല, ഞങ്ങളെ ഓർത്തല്ലോ, അത് മതി. ആ സന്തോഷത്തോടു കൂടി ഞാൻ നിർത്തുന്നു. നന്ദി. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന അധ്യാപക സുഹൃത്തുക്കളെ, സദസ്സിലിരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെ, നേരത്തെ അസീസ് സാറും ഗുപ്ത സാറും ശശികല ടീച്ചറൊക്കെ പറഞ്ഞ പോലെ നിങ്ങൾ 90 ബാച്ചാണെങ്കിലും നിങ്ങൾ അമ്മയപ്പന്മാരാണെങ്കിലും ഞങ്ങൾക്ക് നിങ്ങളെന്നും കുഞ്ഞുങ്ങളാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ആ കാണിച്ച വലിയ സ്നേഹമാണ് ഇന്ന് പകൽക്കാലം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ നോട്ടത്തിൽ ഇതൊരു വലിയ അത്ഭുതമായിരിക്കുന്നു, ഒരു അതിശയമായിരിക്കുന്നു. കാര്യം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നിങ്ങൾ ഓരോരുത്തരും ഒരു വലിയ പങ്കപ്പാടിന് അടിമകളാണ് നിങ്ങൾ, ഇല്ലേ? തീർച്ചയായിട്ടും ഇത്രയും മാറ്റമൊക്കെ എഴുതിയുണ്ടാക്കണമെങ്കിൽ, എന്തെല്ലാം കാര്യങ്ങൾ ക്രമീകരിക്കണമെങ്കിൽ വളരെ ത്യാഗം നിങ്ങൾ സഹിച്ചെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഗ്രേസ് എന്നൊരു വാക്കുണ്ട്, അനുഗ്രഹം. ഗ്രേസിൻ്റെ കൂടെ ഇംഗ്ലീഷ് ഭാഷ ചേർത്ത് ഗ്രേസ് ഫുള്ളായി. നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളുമുണ്ട്, അത് ദൈവഭാഗത്തു നിന്നുള്ള അനുഗ്രഹങ്ങളുമുണ്ടെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, സാധാരണ ഇങ്ങനെയുള്ള ചടങ്ങുകളെന്നൊക്കെ പറയുന്നത് അധ്യാപകരെ മാത്രം വിളിച്ച് ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾ കാണിച്ച വലിയ മനസ്സിനും വലിയ ഹൃദയത്തിൻ്റെ ഉടമകളാണ് ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും. പണ്ട് ഞാനൊരു സമയം ഒരു ചെറിയ കഥയും കൂടെ അതുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞുകൊള്ളട്ടെ. പണ്ടൊരു ഗുരുജി ആശ്രമത്തിൽ താമസിക്കുകയാണ്. അനേക ശിഷ്യന്മാർ ആ ആശ്രമത്തിലുണ്ട്. ഈ ഗുരുജി ആഴ്ചയിൽ ഒരു ദിവസം ആ ആശ്രമത്തിൽ നിന്ന് പുറത്തു പോകുമായിരുന്നു. വളരെ അത്ഭുത ശ്രദ്ധയുള്ള ഒരു ഗുരുശ്രേഷ്ഠനായിരുന്നു. അനേക ദിവസം ഇങ്ങനെ പോയി, മാസങ്ങൾ പോയി, വർഷങ്ങളായി. ഈ ഗുരുജി ഒന്ന് പരീക്ഷിക്കണമല്ലോ, എന്താണ് ഈ ഗുരുജി ചെയ്യുന്നത്. നമ്മൾ അതിനൊക്കെ മിടുക്കരാണല്ലോ, പരീക്ഷിക്കാൻ നമ്മൾ മിടുക്കരാണല്ലോ. അതുപോലെ തന്നെ ഈ ശിഷ്യന്മാർ ഈ ഗുരുജിയെ ഒരു ദിവസം പരീക്ഷിക്കാൻ ഇദ്ദേഹം അറിയാതെ ഇദ്ദേഹത്തിൻ്റെ കൂടെ യാത്രയായി. അദ്ദേഹം ഒരു ചെറിയ കുടിലിൽ ചെന്ന് തിരിച്ച് ആശ്രമത്തിലേക്ക് വന്നു. ഈ ഗുരു ശിഷ്യൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അങ്ങിന്ന് പകൽക്കാലം പോയി ആ കുടിലിൽ പോയി ചെയ്തത്? ഗുരുജി പറഞ്ഞ്, അവിടെ എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത, പ്രായാധിക്യത്തിൽ ഭാരപ്പെടുന്ന, ആരോരുമില്ലാത്ത ഒരു വൃദ്ധൻ അവിടെ കിടപ്പുണ്ട്. ആ വൃദ്ധനെ കുളിപ്പിച്ച് ആവശ്യമായ ഭക്ഷണ ക്രമീകരണങ്ങളുമൊക്കെ ചെയ്ത് വർഷങ്ങളായിട്ടിങ്ങനെ കടന്നു വരികയാണ്. അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങൾ ഞങ്ങളെ മറന്നില്ല. ഞങ്ങൾ ഈ ക്ഷീണാവസ്ഥയിലും, നാട്ടിൻ പുറത്തൊരു ചെല്ലുണ്ട്, കുഴിയിലേക്ക് കാലു നീട്ടിയിരിക്കുന്നവരാണ് ഞങ്ങളെ വിളിച്ച് നിങ്ങൾ ആദരിക്കുക എന്ന് പറയുന്നത് ആ ഗുരുജി ചെയ്ത പോലെ സമൂഹത്തിന് ഏറെ അനുഗ്രഹമായി തീരുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആയുരാരോഗ്യത്തോടെ നിങ്ങളിരിക്കട്ടെ. ഞങ്ങൾക്കിന്ന് പകൽക്കാലം തന്ന എല്ലാവിധ ആദരവുകൾക്കും എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി നിങ്ങളോട് ഓരോരുത്തരോടും ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. നന്ദിയും സ്നേഹവും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ,
നിങ്ങളിൽ നിന്ന് വ്യത്യസ്തനായ ഒരാളല്ല ഞാൻ. കാര്യം നിങ്ങളിവിടെ കൊച്ചുനാളിൽ പഠിച്ചിരുന്ന കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. അതുപോലെ ഞാനും ഒരിക്കൽ ഇവിടെ അതുപോലെ ഞാനിവിടെ പഠിച്ച്. അപ്പോൾ ഞാൻ ഇവിടുത്തെ കെട്ടിടത്തിൻ്റെ കഥകിൻ്റെ ഇടയ്ക്ക് വെച്ച് താന്നിക്കാൻ പൊട്ടിച്ച് നിന്നിട്ടുണ്ട്. പിന്നെ ഒരു മുറിപ്പെൻസിലിന് 3 തല്ല് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് ഒരു മുറിപ്പെൻസിലിന് 3 തല്ല് കൊണ്ടാൽ ഒരു മുറിപ്പെൻസിൽ കിട്ടും. അങ്ങനെ 3 തല്ല് കൊണ്ടിട്ട് മുറിപ്പെൻസിൽ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ഈ മുറ്റത്ത് നടന്ന അക്ഷരം പഠിച്ചത്. അതോടെ നിൽക്കട്ടെ. ഞാൻ ഇപ്പോൾ ഈ കാണുന്ന പല മുഖങ്ങളും കുറേ ഏറെ നേരം നോക്കിയിരുന്നപ്പോൾ എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സുകളിലെ റിപ്പാൻ ബിങ്കിളും അതുപോലെ തന്നെ മോണ്ടി ക്രിസ്റ്റോയുടെ പ്രഭുവിൻ്റെ കഥകളുമൊക്കെ പറയുമ്പോഴേ വിവാഹത്തിൻ്റെ അന്ന് രാവിലെ എഡ്മണ്ട് ആൻഡയെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ എൻ്റെ മുമ്പിലിരുന്ന് കരഞ്ഞ മുഖങ്ങളും എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ പിന്നെ ജീവിതത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിൽ വളരെ അഭിമാനത്തോടെ ജീവിക്കുന്നവരാണ് നിങ്ങൾ. അപ്പോൾ അത് ആലോചിക്കുമ്പോഴേ ഞങ്ങൾ ചെയ്ത പ്രവൃത്തി അതിന് ഫലമുണ്ടായി എന്ന് എപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ നിങ്ങളെ കാണുമ്പോഴേ പണ്ട് ചെയ്ത ആ ജോലിക്ക് പ്രയോജനം ഉണ്ടായി എന്നൊരു സന്തോഷം, ആത്മസംതൃപ്തി എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ നിങ്ങൾക്ക് ഈ പഴയ അധ്യാപകരെ ഓർമ്മ വന്നു. പക്ഷേ ഇന്നത്തെ തലമുറ വ്യത്യസ്തമാണ്. ഇന്നത്തെ തലമുറയ്ക്ക് അങ്ങനെ ഓർമ്മയൊന്നും ഉണ്ടാവാൻ വഴിയില്ല. കാര്യം കാലം അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുകയും അതുപോലെ തന്നെ പരസ്പരം കാണാൻ ഇടയാകുകയും ചെയ്തതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. നമസ്കാരം. സ്നേഹം നിറഞ്ഞ അധ്യാപകരെ, പ്രിയ കുഞ്ഞുങ്ങളെ, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ഇവിടെ സംഗമത്തിന് വന്നത്. അത് ആദ്യകാലം തൊട്ട് കുറേ വർഷങ്ങളായില്ലേ. ആ വർഷങ്ങളായതുകൊണ്ട് കുട്ടികളെയൊന്നും പെട്ടെന്ന് മുഖം ഓർമ്മ വരുന്നില്ല. എന്നാലും അവർ ആ സ്നേഹത്തോടു കൂടി എൻ്റെ അടുത്തോട്ട് വന്നപ്പോൾ എനിക്ക് തന്നെ എൻ്റെ മനസ്സ് നിറഞ്ഞു. അത്ര സന്തോഷം തോന്നി. പിന്നെ ഷീജയുടെ നിരന്തരമുള്ള വിളി, എന്നാൽ എത്ര ദൂരമാണെങ്കിലും എന്നാൽ സംഗമത്തിന് വരിക, നിങ്ങളെല്ലാം ഒന്ന് കാണണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. ആ ആഗ്രഹത്തോടൊപ്പം തന്നെ എന്തെല്ലാം മാറ്റി വെച്ചിട്ടാണെങ്കിലും ഞാൻ പറയാം. ഇപ്പം സ്ഥിരം സംഗമം കൂടുതൽ, പഠിച്ച കാലം തൊട്ടുള്ള സംഗമം, അധ്യാപകരുടെ പലതരത്തിലുള്ള സംഗമം, അങ്ങനെ എല്ലാത്തിനും പോവുക, സഹകരിക്കുക, സംഘടിക്കുക. അതെനിക്ക് വളരെ ഒരു സന്തോഷകരമായൊരു കാര്യമാണ്. പ്രായമാകുമ്പോൾ ഓരോ സംഗമങ്ങളിൽ പങ്കെടുക്കുന്നത് കൊണ്ട് ഒത്തിരി മനസ്സ് നിറഞ്ഞു സന്തോഷിക്കുന്ന ഒരു അവസരമാണ് ഇത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇതിനു വേണ്ടി സംഘടിച്ച സംഘാടകരും എല്ലാ കുട്ടികളും ഇതിനു വേണ്ടി പ്രയത്നിച്ച എല്ലാ കുട്ടികൾക്കും പ്രത്യേകം ഇത്ര നന്നായിട്ടൊരു വേദി ഒരുക്കി തന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ വ്യക്തിപരമായ പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ എൻ്റെ അധ്യാപകരെ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ കണ്ട ആ അന്നത്തെ മുഖമാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. എല്ലാവരിലും കുറച്ച് വലുതായി, ചിലർക്കൊക്കെ ചില മാറ്റങ്ങളുണ്ടെന്നല്ലാതെ ഒന്നുമില്ല. പിന്നെ ഇവിടെ പല പ്രാവശ്യം പല 88 ബാച്ച്, 93, 96 ഇങ്ങനെ പലപ്പോഴും വന്നിട്ടുണ്ട്. നിങ്ങളെ എല്ലാം ഇതുപോലെ കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഇനിയും നിങ്ങളുടെ കൂട്ടായ്മയിലൂടെയാണ് ഇത്രയും നല്ലൊരു സംരംഭം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഇതിനുവേണ്ടി പ്രയത്നിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. ഞങ്ങളെ ഇനിയും വിളിക്കുക. ഇത് ആദരവ് തരാനല്ല, നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ ഞങ്ങളെ അനുവദിക്കുന്നതിൽ സന്തോഷം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന നല്ല സജ്ജനങ്ങൾക്ക് എൻ്റെ നിഷ്കളങ്കമായ പൂപ്പുകൈ അർപ്പിച്ചുകൊള്ളുന്നു. കൂടാതെ ഈ സംരംഭം ഇവിടെ ഏർപ്പെടുത്തിയ എല്ലാ കുഞ്ഞുങ്ങൾക്കും, എൻ്റെ കുഞ്ഞുങ്ങൾ തന്നെയാണ്, എൻ്റെ മക്കളുടെ പ്രായമുള്ള കുഞ്ഞുങ്ങളാണ്, അതുകൊണ്ട് എൻ്റെ മക്കൾ തന്നെയാണ്. ആ കുഞ്ഞുങ്ങൾക്ക് 90-ലെ 10ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ എൻ്റെ മൂത്ത മോടെ ആ ലെവലാണ്. അപ്പം ഇതിന് ഞങ്ങളെ എല്ലാവരെയും സംഘടിപ്പിക്കാനും നിങ്ങളെല്ലാം ഞങ്ങൾക്ക് കാണാൻ കഴിയാനും ഒക്കെ ഒരു വേദി ഉള്ള ഒരു കാരണം ഒരുക്കിയ നിങ്ങൾക്കെല്ലാം ഇനിയും ഈ ത്യാഗോജ്വലമായ പ്രവൃത്തിക്ക്
സമ്പത്തും ആരോഗ്യവും അതിലെല്ലാം ഒരു മനസ്സും നൽകിയ സർവേശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ട്, നന്ദി വേറെ വല്ലവരോടൊക്കെ പറഞ്ഞാൽ ഇവിടെ പിന്നെ പ്രശ്നമാണ്. അതുകൊണ്ട് സർവേശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. മക്കളെ, ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നിങ്ങളെയൊക്കെ കാണുന്നത്. നിങ്ങൾ 90 ബാച്ചിലേതായതുകൊണ്ട് തന്നെ ഒരുപാട് കാലമായി നിങ്ങളെ കണ്ടിട്ട്. ഇതിനിടയ്ക്ക് പല ബാച്ചുകാരും ഞങ്ങളെ വിളിച്ച് ഞങ്ങളിവിടെ വന്ന് അവരുടെ സ്നേഹാദരവുകളൊക്കെ ഏറ്റുവാങ്ങി പോയിട്ടുണ്ട്. നിങ്ങളാണ് ആ കൂട്ടത്തിലെ ഏറ്റവും പഴകിയത് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതോ 87 വന്നെന്ന് തോന്നുന്നു. പിന്നെ ഇന്നിവിടെ നിങ്ങൾ നൽകിയ ഈ സ്നേഹാദരവ് ഏറ്റുവാങ്ങുന്നതോടൊപ്പം തന്നെ എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഇങ്ങനൊരു അവസരം ഒരുക്കി തന്നതിന്. ഒരുപാട് തിരക്കുള്ള ഒരു ദിവസമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന്. ഒരു നിവൃത്തിയില്ലാത്ത ഒരവസരമായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. എന്നിട്ട് ഞാൻ നിങ്ങളുടെ ക്ഷണം നിരസിച്ച് കളയാൻ പറ്റില്ലല്ലോ, നിങ്ങളെ ഒന്ന് കാണാൻ പറ്റുന്ന അവസരമാണല്ലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇറങ്ങി പുറപ്പെട്ട് വന്നതാണിന്ന്. അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിക്കുന്നു. എല്ലാ ഐശ്വര്യവും ഉണ്ടാകട്ടെ. നാളെ വിഷുവാണ്. എല്ലാവർക്കും നല്ലൊരു വിഷു വർഷം ആശംസിക്കുന്നു. ഹാപ്പി വിഷു. നമ്മുടെ പ്രിയപ്പെട്ട സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി നമ്മളോടൊരു ഫണ്ട് സ്കൂളിൻ്റെ ഇപ്പോഴത്തെ HM ആയിട്ടുള്ള അനിൽ സാർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അപ്പം നമ്മളാൽ കഴിയുന്ന ഒരു സഹായം ഇപ്പോൾ നൽകാൻ നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നൽകണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അത്ര വലിയൊരു തുകയൊന്നുമില്ല, എങ്കിലും ഞങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു തുക ഞങ്ങളിവിടെ സമാഹരിച്ചിട്ടുണ്ട്. അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ബഹുമാന്യനായ HM അനിൽ സാറിനെ ക്ഷണിക്കുന്നു. ഒപ്പം തന്നെ സാറ് അടുത്ത മാസം ഇവിടെ സേവനത്തിൽ നിന്നും വിരമിക്കുകയാണ്. അദ്ദേഹത്തിന് ഞങ്ങളൊരു ആദരവ് കൂടി നൽകുന്നുണ്ട്. ഈ ആദരവ് നൽകുന്നതിന് വേണ്ടി നമ്മുടെ കൂട്ടുകാരികളായ സരിത ഇന്ദു എന്നിവരെ ക്ഷണിക്കുകയാണ്. സ്കൂൾ മുറ്റത്ത് 90 ബാച്ച് സമാഹരിച്ച തുക നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടുകൂടി നമ്മുടെ പ്രിയപ്പെട്ട സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി നമ്മൾ ബഹുമാന്യനായ HMനെ ഏൽപ്പിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ സെക്രട്ടറി ബിജുവിനെ ക്ഷണിക്കുന്നു. വളരെ നല്ല ഒരു സംഗീത പരിപാടി ഇവിടെ അവതരിപ്പിച്ച വേണുവും അദ്ദേഹത്തിൻ്റെ മകനെയും നമ്മൾ ഈ വേദിയിൽ വെച്ച് ഒന്ന് അനുമോദിക്കുന്നു. ആ അനുമോദനം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വേണുവിൻ്റെ മകനായ ശ്രീ മണികണ്ഠനെ ക്ഷണിക്കുകയാണ്. മണികണ്ഠൻ വേദിയിലേക്ക് എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും ഈ കൊച്ചു കലാകാരനെ അനുമോദിക്കണം, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. നമ്മുടെ നാട്ടിൽ നിന്നും വളർന്നു വരുന്ന ഒരു പുതിയ കലാകാരൻ. പൂക്കൾ പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ? ഈണം കിളിതൻ ഈണം നീയും കേൾക്കുന്നുണ്ടോ? രണ്ടാളും ഇരുവഴിയേ ഇവിടവരെ പോരേണം നീ കൂടെ ഇനിയൊഴുകാം ഇരുവഴിയേ. പൂക്കൾ പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ? ഈ വഴിയവരും നറുമഴയും ഇളവയിലും ഈ വഴി മുഴുവൻ ഹിമമണിയും
ഇതുവഴി പോയിടും ഋതു പലതെന്നാലും ഇതുവഴി പോയിടും ഋതു പലതെന്നാലും മാനസമാകെ നമ്മൾ നെയ്യും വസന്തം മായരുതെങ്ങും 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 പൂക്കൾ പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ? പനിമതിതൻ പുഴയൊഴുകും വഴിയരികിൽ മുകിലുകളാം കിളികളുമായി കഥ പറയാം ചുവടുകളൊന്നാകും പ്രിയതര സഞ്ചാരം ചുവടുകളൊന്നാകും പ്രിയതര സഞ്ചാരം ഈ വഴി നീളെ തഴമ്പുകൾ ചെലൂടെ തൂകുവതാരു പാലൊളി പോലെ തൂകുവതാരു പാലൊളി പോലെ പൂക്കൾ പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ? വന്നു നാം രണ്ടാളും ഇരുവഴിയേ ഇവിടെ വരെ പോരേണം നീ കൂടെ ഇനിയൊഴുകാം ഒരു വഴിയേ. പൂക്കൾ പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ? പ്രിയങ്കരായ ബാലു സാറിനും ഗിരിജ ടീച്ചറിനും സ്കൂൾ മുറ്റത്ത് 90 ബാച്ചിൻ്റെ നന്ദി അറിയിക്കുകയാണ്. മനോഹരമായ ഒരു ഗാനം ആലപിച്ചു. ഇനി നമ്മുടെ കൂട്ടുകാരുടെ ഒരു ചെറിയ ഗാനമാലിക കൂടിയുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണത്തിന് പോകാം. പഴയ പദ്യങ്ങളും ലളിതഗാനങ്ങളുമൊക്കെ ചേർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ചെറിയ ഗാനമാലികയാണ്. അത് അവതരിപ്പിക്കുന്നതിന് വേണ്ടി ചിത്തിര, സുജില എന്നിവരെ ക്ഷണിക്കുകയാണ്. സേതുലക്ഷ്മി എന്നിവരെ ക്ഷണിക്കുകയാണ്. എന്നും ചിരിക്കുന്ന സൂര്യൻ്റെ ചെങ്കതിർ ഇന്നെത്ര ധന്യതയാർന്നു. എള്ളെണ്ണ തന്മണം പൊങ്ങും നിൻ കൂന്തലിൽ പുൽകി പടർന്നതിനാലേ. എന്നും ചിരിക്കുന്ന സൂര്യൻ്റെ ചെങ്കതിർ ഇന്നെത്ര ധന്യതയാർന്നു. എള്ളെണ്ണ തന്മണം പൊങ്ങും നിൻ കൂന്തലിൽ പുൽകി പടർന്നതിനാലേ. തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി. തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി. തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. എൻ്റെ കണ്ണനു കറുപ്പു നിറം
കാളിയനെ കൊന്നതിനാലോ ശാപരാധേ ചൊല്ലു നിൻ ചുടുചുംബനമേറ്റതിനാലോ എൻ്റെ കണ്ണന് കറുപ്പ് നിറം. ഓടക്കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപരയുഗ സന്ധ്യയിൽ ആടിയ ദിവ്യാനുരാഗിലമാം രാഗ ക്രീഡാകഥയിലെ നായികേ. ഓടക്കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപരയുഗ സന്ധ്യയിൽ. നിളാനദിയുടെ നിർമ്മല തീരം നിരുപമ ഭാവദ്രതീരം. നിളാനദിയുടെ നിർമ്മല തീരം നിരുപമ ഭാവദ്രതീരം. കവിയുടെ ആത്മാവും കല്ലോലങ്ങളും ചിലങ്കകളണിയുന്ന നേരം. കവിയുടെ ആത്മാവും കല്ലോലങ്ങളും ചിലങ്കകളണിയുന്ന നേരം. കഥകളി ചമയങ്ങൾ അണിയുന്ന നേരം. നിളാനദിയുടെ നിർമ്മല തീരം. ഒരു നേരമെങ്കിലും കാണാതെ വൈകൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. ഒരു നേരമെങ്കിലും കാണാതെ വൈകൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വൈകയൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം. മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഒരു നേരമെങ്കിലും കാണാതെ വൈകൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വൈകയൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം. മുരളി പൊഴിക്കുന്ന ഗാനാലാപം. കിളി വന്നു കൊഞ്ചിയ ജാലകവാതിൽ കളിയായി ചാരിയതാരേ. മുടിയിഴ കോതിയ കാറ്റിൻ മൊഴിയിൽ മധുവായി മാറിയതാരേ. അവളുടെ മിഴിയിൽ കരിമഷിയാലെ കനവുകളെഴുതിയതാരേ. പുലരിതൻ ചുംബന കുങ്കുമമല്ലേ ഋതുനന്ദിനിയാക്കി അവളെ പനി നിർമ്മലരാക്കി. ഒരു കാലമീ മണ്ണും ഞാനും തമ്മിലലിഞ്ഞു ചേരും ഒന്നായി. കൊഴിഞ്ഞു വീണ സ്മരണകൾ മാത്രം വെണ്ണിൽ പാർക്കും ഞാൻ.
കാലമീ മണ്ണും ഞാനും തമ്മിലലിഞ്ഞു ചേരും ഒന്നായി കൊഴിഞ്ഞു വീണ സ്മരണകൾ മാത്രം വെണ്ണിൽ പലതും മോഹിച്ചു ഈ ദേഹം മണ്ണിൽ മയമായി മാറുന്നു. പലതും മോഹിച്ചു ഈ ദേഹം മണ്ണിൽ മയമായി മാറുന്നു. ഈ മണ്ണിൽ ഈ വെണ്ണിൽ മനഃശാന്തി തേടി അലയുന്നു. ഒരു കാലമീ മണ്ണും ഞാനും തമ്മിലലിഞ്ഞു ചേരും ഒന്നായി കൊഴിഞ്ഞു വീണ സ്മരണകൾ മാത്രം വെണ്ണിൽ പാർക്കും. The